ഹലോ, ഗുഡ് ഈവനിങ്. സോ ഇന്നത്തെ നമ്മുടെ DTSന്റെ ലൈവ് സെഷൻ തുടങ്ങുകയാണ്, T&D. ആൻഡ് അതിനകത്ത് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്റർ ഈസ് നത്തിങ് ബട്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. നമ്മൾ ഇന്നലെ നിങ്ങൾക്ക് എല്ലാ ദിവസവും അതിൻ്റെ അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് അറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. നമ്മളുടെ ഡോപ്പ ആപ്പിനകത്ത് റെഗുലർലി നമ്മുടെ ടെസ്റ്റ് സീരീസ് നടക്കുന്നുണ്ട്. ടെസ്റ്റ് സീരീസിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്: നിങ്ങൾക്ക് റിവിഷൻ തരിക, നിങ്ങൾക്ക് പണ്ട് പഠിച്ച ചാപ്റ്ററിൻ്റെ ചെറിയ ടെസ്റ്റുകൾ, അതും ഇൻ ദ ബേസിക് ലെവലിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കുകൾ ഉൾക്കൊള്ളിച്ചിട്ട് ക്വസ്റ്റ്യൻ തരിക എന്നുള്ളതാണ്. ആൻഡ് വളരെ ഹാർഡല്ലാത്ത ക്വസ്റ്റ്യൻസ്, നീറ്റ് ലെവലിലുള്ള സാധനങ്ങൾ തരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമുക്കറിയാൻ പറ്റും, നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് not that big exam. It is not going to test you the hardest of the hardest questions. അങ്ങനത്തെ ഒരു സാധനം അല്ല. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പാടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രൂപത്തിൽ സങ്കടപ്പെടുകയേ വേണ്ട. നിങ്ങൾക്ക് എപ്പോഴും ബുദ്ധിമുട്ടാവാൻ പോകുന്നതും ആൻഡ് കോഴ്സ് പണി കിട്ടാൻ പോകുന്നത് എളുപ്പമുള്ള ക്വസ്റ്റ്യനിലായിരിക്കും. അങ്ങനെ എളുപ്പമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്ന് നിങ്ങളുടെ ആ ഒരു മെമ്മറിയിൽ കീപ്പ് ഇൻ ടച്ച് ആക്കി നിങ്ങളെ കാര്യങ്ങൾ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ടാണ്. സോ കുറേ ആൾക്കാർ വ്യൂവേഴ്സ് ആയിട്ട് കയറിയിട്ടുണ്ട്. ആൻഡ് എല്ലാവർക്കും വെരി ബിഗ് ഹായ് ആൻഡ് ഐ എം വെൽക്കമിങ് യു ടു നമ്മുടെ DTSന്റെ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷനിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും വെൽക്കം ചെയ്യാണ്. ആൻഡ് ടുഡേസ് ടോപ്പിക് ഈസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ആൻഡ് ഞാൻ ഇതിൻ്റെ ട്രെയിലറിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്. ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആണോ ഏറ്റവും പാടുള്ള ചാപ്റ്റേഴ്സ് ആണോ നിങ്ങളെ സംബന്ധിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ മീ ഇറ്റ് ഈസ് ദ സിമ്പിൾ ചാപ്റ്റേഴ്സ്. ബിക്കോസ് സിമ്പിൾ ചാപ്റ്റേഴ്സ് അടിപൊളിയായിട്ട് പഠിച്ചിരിക്കണം. സിമ്പിൾ ചാപ്റ്ററിൽ നിന്ന് നീറ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏതൊരു ക്വസ്റ്റിനും നമ്മൾ ശരിയാക്കിയിരിക്കണം എന്നുള്ളതാണ്. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓ ഫാത്തിമ ഹായ്. ഫസ്റ്റത്തെ ഒരു ഹായ് എനിക്ക് ഇന്നത്തെ ലൈവിൽ അയച്ചതാണ് ഫാത്തിമ. ഹായ് ഫാത്തിമ. സോ അടിപൊളിയായിട്ടിരിക്കുക, വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആണ്, അടിപൊളിയായിട്ട് പഠിച്ചു പോകുക എന്നുള്ളത്. ആൻഡ് ദിസ് ലൈവ് ഈസ് ഡെഡിക്കേറ്റഡ് ഫോർ യു പീപ്പിൾ ഓൺലി. അതുകൊണ്ടാണ് ലൈക്ക് ഇന്നിപ്പോൾ ആക്ച്വലി ഞാനിത് എവിടെ നിന്നാണ് ലൈവ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഐ എം വെരി ഹാപ്പി ഓഫ് ദിസ് തിങ് ഓൾസോ. ദിസ് ഈസ് ഫ്രം മൈ ഹോം. എൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ലൈവ് എടുക്കുന്നത്. ആൻഡ് വീട്ടിൽ എനിക്ക് ഇതുപോലത്തെ ഒരു ഹൈ ക്വാളിറ്റി ലൈവ് വരാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഞാൻ വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു, എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കയ്യിൽ വേണം എന്നുള്ളത്. സോ ദാറ്റ് ഐ ഹാവ് മെയ്ഡ് എ സ്മോൾ ക്യാമറ. ആക്ച്വലി ദിസ് ക്യാമറ ഇസ് ലൈക്ക് മൈ ഫോൺ ക്യാമറ ഇറ്റ്സെൽഫ്. എൻ്റെ ഫോൺ തന്നെയാണ് ക്യാമറ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആൻഡ് എൻ്റെ കയ്യിലുണ്ടാവുന്ന ലാപ്ടോപ്പ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് ഇതുപോലത്തെ ഒരു സിസ്റ്റത്തിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. ഫാരിഷ് ഹായ്. ഹായ് അശ്വിൻ. ഹായ് ഷബന ഹാദിയ. ഹോപ്പ് 24. ഹോപ്പ് 24 നൈസ് നെയിം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യ. ഹൗ ടു അറ്റൻഡ് DTS അറ്റൻഡ് ചെയ്യാൻ പാടൊന്നുമില്ല. DTS അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ നമ്മളുടെ ഇതിലേക്ക് വന്നാൽ മതി. ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ വിന്നേഴ്സ് എനിക്ക് ഭയങ്കര വലിയ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ എത്ര വിന്നേഴ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഗോട്ട് ലൈക്ക് 36 80 ഔട്ട് ഓഫ് 80. 36 ആൾക്കാർ 80 ഔട്ട് ഓഫ് 80 സ്കോർ ചെയ്ത സാധനമാണ്. സോ എല്ലാവരുടെ പേര് പറയാം. അതിനു മുന്നേ ഐ വാണ്ട് ടു ടെൽ യു സംതിങ് അബൌട്ട് ദ നെക്സ്റ്റ് DTSനെ പറ്റി പറയാനുണ്ട്. അടുത്ത DTS നടക്കാൻ പോകുന്നത് 2 ദിവസം കൂടി കഴിഞ്ഞിട്ട്, അതായത് ഓൺ മൺഡേയിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. കമ്മിങ് മൺഡേ രാവിലെ 8 മണി മുതൽ 11 മണി വരെ ഉണ്ടാവും. ജസ്റ്റ് ഡൗൺലോഡ് ഡോപ്പ ആപ്പ്, അത് മാത്രം ചെയ്താൽ മതി. ഡോപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡോപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഹോം പേജിൽ എത്തുന്നുണ്ടാവും. യു വിൽ ബി ഗെറ്റിംഗ് നോട്ടിഫിക്കേഷൻസ് റിഗാർഡിംഗ് എക്സാംസ്, എല്ലാ സാധനങ്ങളും. അതുകൊണ്ട് ഡോപ്പ ആപ്പിന്റെ നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കി ഇടുക. ആൻഡ് നേരെ ഡോപ്പ ടെസ്റ്റ് എന്നുള്ള ഭാഗത്ത് പോയി നോക്കി കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് എക്സാം ഈസ് ഓൾറെഡി ക്രിയേറ്റഡ് ദെയർ. ഇറ്റ് ഈസ് ഓൾറെഡി വെയിറ്റിംഗ് ഫോർ യു ദ കെമിക്കൽ കൈനറ്റിക്സ് DTS. മൺഡേ രാവിലെ 8 മണി മുതൽ രാത്രി 11:30 വരെ സമയമുണ്ട്. അത്രയും സമയത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഈ സാധനങ്ങൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും നോൺ ഡോപ്പ സ്റ്റുഡൻസിന് ഫ്രീ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് നിഹാൽ. ഡെഫിനറ്റ്ലി നിഹാൽ, എല്ലാ സ്റ്റുഡൻസിനും എല്ലാവർക്കും എന്താണ് ഫ്രീ ആയിട്ടുള്ള സാധനമാണ്. സോ എവ്രിബഡി ക്യാൻ അറ്റൻഡ്. സോ ഡോപ്പ ടെസ്റ്റ് സീരീസ് ഈസ് നോട്ട് എ പെയ്ഡ് തിങ്, ഇറ്റ് ഈസ് എ ഫ്രീ തിങ്. ആൻഡ് ഐ നോ ദാറ്റ് തിങ്. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് വെച്ചിട്ട് TS എന്ന് പറഞ്ഞിട്ട് സാധനങ്ങൾ ചെയ്യുന്നുണ്ടാവും. സോ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത് പെയ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്, പൈസ കൊടുത്തിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഡോപ്പ ടെസ്റ്റ് സീരീസ് ഇസ് ഡിഫറെന്റ്. ഡോപ്പ ഇസ് ഡിഫറെന്റ്. ഡോപ്പ ടെസ്റ്റ് സീരീസ് ഇസ് ഡിഫറെന്റ്. സോ ദിസ് വിൽ ബി ഗെയിനിങ് യു ഫുൾ നോളജ്. ആൻഡ് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മെന്റർഷിപ്പ് എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെഫിനറ്റ്ലി വി ആർ പ്രൊവൈഡിങ് ദ ഫ്രീ മെന്റർഷിപ്പ്. നമുക്കൊരു ജനറൽ വാട്സ്ആപ്പ് ചാനൽ ഉണ്ട് ഫോർ ദ മെന്റർഷിപ്പ് പർപ്പസ്. ആക്ച്വലി യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് മെന്റർഷിപ്പ്, എങ്ങനെ ഒരു ചാപ്റ്റർ പഠിക്കാന്നുള്ള അറിയും. ഐ നോ ദാറ്റ് തിങ്. ഡോപ്പ ഇസ് ദ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് മെന്റേഴ്സ്. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഇത് എല്ലാവരും കോപ്പി അടിച്ചു. ലോകത്തുള്ള ഇപ്പോൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും മെന്റർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഉണ്ട്. ബട്ട് ആക്ച്വലി മെന്റർക്ക് പോലും അറിയില്ല എന്താ മെന്റർ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. മെന്റർ ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോ സാധനങ്ങളും എങ്ങനെയാണ് പഠിക്കാമെന്നും ഓരോ സമയത്തും എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ്. ഡോപ്പയിലെ മെന്റേഴ്സ് ആർ വർക്കിംഗ് സോ ഗുഡ്, അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ്, ഏത് സ്റ്റുഡൻ്റ് ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. യു വിൽ ബി ഗെറ്റിംഗ് ഒരു സാമ്പിൾ ഐഡിയ റിഗാർഡിംഗ് ഹൗ ദ മെന്റർഷിപ്പ് വിൽ വർക്കിംഗ് ഓൺ ഡോപ്പ. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം ഡോപ്പയുടെ മെന്റർഷിപ്പ് വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് QR കോഡ് സ്കാൻ ചെയ്താൽ മതി. യു വിൽ ബി ഡയറക്ട്ലി റീച്ചിങ്. അതല്ലെങ്കിൽ അതിലേക്ക് കിട്ടുന്നുണ്ടാവില്ല കേട്ടോ.
ആരോ ചോദിക്കുന്നുണ്ട് പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളവരും. പോഡ്കാസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഡോപ്പയുടെ ഒഫീഷ്യൽ മൊബൈൽ നമ്പർ ഉണ്ട്. ആ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. സോ ദാറ്റ് യു വിൽ ബി ആഡഡ് ടു എ ബാച്ച്. ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ ഡീറ്റെയിൽസിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന കുട്ടീനെ കണ്ടോ? ഫസ്റ്റ് വന്നിരുന്നവരെല്ലാവരും ഫസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും സ്കോർഡ് 80 ഔട്ട് ഓഫ് 80 മാർക്സ്. ആൻഡ് ഫസ്റ്റ് വന്ന ആൾ മേവ മെറിൻ ഈസ് 50K ഫ്രീ ബാച്ച്. അതൊരു ഫ്രീ ബാച്ച് ആയിട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 50,000 ഡോപ്പയിലെ ആക്റ്റീവ് യൂസേഴ്സ് വന്നതിന് ശേഷം ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്ത കുട്ടികളുടെ ബാച്ചാണിത്. സോ ദ ഫസ്റ്റ് സ്റ്റുഡൻറ് ഈസ് ഹിയർ. സോ ഈ ബാച്ചിലേക്ക് ജോയിൻ ആവണം. ജോയിൻ ആയെങ്കിലാണ് നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടാവുക. 909645202200 ആണ് ഡോപ്പയുടെ ഒഫീഷ്യൽ നമ്പർ. ഈ നമ്പറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് പോഡ്കാസ്റ്റ് സാധനങ്ങൾ സെറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് തിങ്. ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. സോ വളരെ വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ കിട്ടുന്നുണ്ടാവും. ആൻഡ് ദിസ് ഡോപ്പ വാട്സ്ആപ്പ് ചാനൽ ഈസ് ഫോർ എവറിബഡി. +1 സ്റ്റുഡൻസിനും +2 സ്റ്റുഡൻസിനും റിപ്പീറ്റേഴ്സിനും എല്ലാവർക്കും നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ നീറ്റ്, ഡോപ്പ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു. വേറെ ഒരു സംശയം അതിനകത്തില്ല. ആൻഡ് വെരി സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് ഫോർ അവന്തിക രാജിന് സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്തിക ഇസ് നോട്ട് എ ഡോപ്പ എൻറോൾഡ് സ്റ്റുഡൻറ്. അതുപോലെ തന്നെ ഷെറീന ജേക്കബ് സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ. നോൺ ഡോപ്പ സ്റ്റുഡൻസ് ആണ് അറ്റൻഡ് ചെയ്യുന്നത്. ഹന്നത്ത് VK നോൺ ഡോപ്പ സ്റ്റുഡൻ്റ് ആണ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ. നിഹാല K നോൺ ഡോപ്പ സ്റ്റുഡൻ്റ് ആണ്. ആൻഡ് ഫാത്തിമ, ഇത്രയും സ്റ്റുഡൻസ് ആണ്. ആൻഡ് ഓൾസോ ഇവിടെ കാണാൻ പറ്റും ഇർഫാന ഇസ്മത് PV, ഇത്രയും കുട്ടികൾ നോൺ ഡോപ്പ സ്റ്റുഡൻസ് ആണ്. റിൻഷ പർവീൻ, ഇർഫാന ഇസ് ഡോപ്പ സ്റ്റുഡൻറ് കേട്ടോ. ഇർഫാന. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും റിൻഷ പർവീൻ ആണ് നോൺ ഡോപ്പ സ്റ്റുഡൻ്റ് ആയിട്ടുള്ളത്. സോ ഇത്രയും സ്റ്റുഡൻസ് നോൺ ഡോപ്പ സ്റ്റുഡൻസ് ആണ്. ഡോപ്പയുടെ പുറത്തുനിന്നുള്ള കുട്ടികളാണ്. അവർ ഈ എക്സാം എഴുതിയിട്ട് അവർ എത്ര മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ 80 ഔട്ട് ഓഫ് 80 ടോട്ടൽ മാർക്ക് ഫുൾ ആയിട്ട് തന്നെ സ്കോർ ചെയ്ത ആൾക്കാരാണ്. ഇവർക്ക് എല്ലാവർക്കും സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്. പിന്നെ നമ്മളുടെ ബാക്കി ബാച്ചുകളിലുള്ള ഒരുപാട് ആൾക്കാർ, സഫ P, ഫാരിഷ്, യദുകൃഷ്ണൻ, ലെന, ഫർഹാഡ്, യു ക്യാൻ സി ഡിഫറെന്റ് ബാച്ചസ് ഏതൊക്കെയാണെന്നുള്ള. പാവങ്ങാട് ഗേൾസിൽ നിന്ന് ഷാദിയ PT, ഷിഹാന ഫ്രം റിപ്പീറ്റേഴ്സ് ഓൺലൈൻ ബാച്ച്, എയിംസ് ഗേൾസ് ബാച്ച്, സാറ ഫറൂഖ്, നിർമിൻ K നായർ, റിസ്ല, ഇവരെയൊക്കെ എനിക്ക് നേരിട്ട് അറിയുന്ന ആൾക്കാർ. റിസ്ല ഓൾസോ 50K ഫ്രീ ബാച്ചിൽ നിന്ന് വന്നതാണ്. സോ ഇറ്റ് ഇസ് ലൈക്ക് എ ഫ്രീ അക്കാഡമിക് ബാച്ച്. സോ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. വി ഹാവ് മൾട്ടിപ്പിൾ ബാച്ചസ്. ഒരുപാട് ബാച്ചിലായിട്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലാണ് ഡോപ്പയുടെ അക്കാഡമിക്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ എല്ലാ ടോപ്പേഴ്സിനും സ്പെഷ്യൽ ആയിട്ടുള്ള കൺഗ്രാജുലേഷൻ പറയുകയാണ്. 36 ആൾക്കാരുണ്ട്. ആൻഡ് ടോട്ടലി 1200 ആൾക്കാർ ഈ ടെസ്റ്റ് എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തിട്ട് ഡോപ്പയുടെ പുറത്തുള്ള ആൾക്കാർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും. ആൻഡ് അതിന് വേണ്ടിയിട്ട് അടുത്ത ടെസ്റ്റ് വരുന്നത് ദാറ്റ് ഈസ് കെമിക്കൽ കൈനറ്റിക്സ്. അടുത്ത മൺഡേ ആണ് എക്സാം വരുന്നുണ്ടാവുക. മൺഡേയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. ഡെഫിനറ്റ്ലി അതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ളതല്ല, ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തതിനു ശേഷം നമ്മുടെ T&D ഡിസ്കഷൻ ഇതുപോലെ വരുന്നുണ്ടാവും. പ്രോബബ്ലി ഐ വിൽ ബി കമ്മിങ് ടു ഡിസ്കസ് ദാറ്റ് ഓൺ ട്യൂസ്ഡേയിൽ കെമിക്കൽ കൈനറ്റിക്സിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നുണ്ടാവും. ആൻഡ് ഐ വാണ്ട് ടു റിമൈൻഡ് യു, നമ്മുടെ മെന്റർഷിപ്പിന്റെ വാട്സ്ആപ്പ് ചാനലുണ്ട്. ഡെഫിനറ്റ്ലി യു ക്യാൻ ജോയിൻ ദെയർ. അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ ഷാൽ വി സ്റ്റാർട്ട് മക്കളെ? തുടങ്ങിയാലോ? നമ്മുടെ DTSന്റെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ. സോ ഐ തിങ്ക് ലൈക്ക് വി ക്യാൻ ഈസിലി ഡിസ്കസ് ത്രൂ ദിസ് തിങ്. ആൻഡ് അതിനായിട്ട് ബന്ധപ്പെട്ടുള്ള തിയറി പോയിന്റ്സും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഈ ചാപ്റ്റർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞ ചാപ്റ്റർ, ഇറ്റ് ഇസ് എ വെരി സിമ്പിൾ ചാപ്റ്റർ. ഐ വിൽ ബി repeating again and again, it is a very simple chapter. അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു സാധനമേ ഉള്ളൂ നിങ്ങൾക്ക്. ആൻഡ് ഇതിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി 2 ക്വസ്റ്റ്യൻസ് ഐ വിൽ ബി ടെല്ലിംഗ് ലൈക്ക് ദാറ്റ്. 2 ക്വസ്റ്റ്യൻസ് എന്തായാലും പോസിബിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. മസ്റ്റ് ആയിട്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ 4 മാർക്സ് ഓർ 8 മാർക്സ് ഷുവർ ഷോട്ട് ആണ് ഈ ക്വസ്റ്റ്യൻ. കാരണം ഈ ചാപ്റ്റർ എത്രേ ഉള്ളൂ. ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാലുള്ള മെച്ചാണ്. 4 മാർക്സ് എന്ന് പറഞ്ഞാൽ ഷുവർ, 100% ഷുവർ ഇറ്റ് വിൽ ബി ദെയർ. 8 മാർക്സ് എന്ന് പറഞ്ഞാൽ 100% ഷുവർ. ആൻഡ് ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറയാണ്, ഇപ്പോൾ ജനറ്റിക്സിൽ നിന്ന് 8 മാർക്ക് കിട്ടിയാലും റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നിന്ന് 8 മാർക്ക് കിട്ടിയാലും ഒരേപോലെ തന്നെ ഉണ്ടാവുക. സോ ട്രൈ ടു സ്കോർ ഫ്രം ഈസി ചാപ്റ്റേഴ്സിന് നല്ല ഫോക്കസ് കൊടുത്ത് അടിപൊളിയായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ കൊണ്ടുപോകണം. സോ ഫാരിഷ് അവിടെ ഉണ്ട് അല്ലേ? ഐ തിങ്ക് ലൈക്ക് ഫാരിഷ് ഗോട്ട് ദാറ്റ് ഫുൾ മാർക്ക് ദെയർ. കൺഗ്രാജുലേഷൻസ് ഫാരിഷ്. ഞാൻ ഇവിടെ ഇതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മുടെ എന്താ പറയുക, അടിപൊളിയായിട്ട് പോകുന്ന ഡിസ്കഷന്റെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. സോ ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ആരായതിന് ഉത്തരം പറയാൻ നോക്കാം അല്ലെ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐ തിങ്ക് ലൈക്ക് എവറിബഡി നോ ദിസ് തിങ്. വാട്ട് ഈസ് സഹേലി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടായിരുന്നത്. വാട്ട് ഈസ് സഹേലി മക്കളെ? ആരാ പറഞ്ഞു തരുന്നുണ്ടാവാ? സോ സഹേലി പറഞ്ഞോ, റെഡിയാണ്. സഹേലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. സഹേലി ഈസ് എ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽ. എന്താ സാധനം സഹേലി ഈസ് ആൻ ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലാണ്. നമ്മൾ കഴിക്കുന്ന ഒരു പില്ലാണ്. ദാറ്റ് ഈസ് ഫോർ കോൺട്രാസെപ്ഷൻ. ദാറ്റ് ഈസ് ആൻ ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലാണ്. ആൻഡ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്താണെന്ന് വെച്ചാൽ സഹേലി ഈസ് എ
നോൺ സ്റ്റിറോയിഡൽ പിൽ. എന്താ മക്കളെ നോൺ സ്റ്റിറോയിഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ പഠിക്കുന്ന ഒരു സാധനമാണ്. ഏത് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കെമിക്കൽ കോർഡിനേഷൻ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. വി സ്റ്റഡീഡ് സംതിങ് ദാറ്റ് ഇസ് നോൺ ആസ് വാട്ട് സ്റ്റിറോയിഡ് ഹോർമോൺ അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട്. അതിനകത്ത് നിങ്ങൾ പഠിക്കുന്ന ഈസ്ട്രോജൻ എന്ന് പറഞ്ഞ ഹോർമോണില്ലേ, നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഹോർമോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫീമെയിൽ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രോജൻ, അതുപോലെ തന്നെ പ്രൊജസ്റ്ററോൺ, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം എന്താണെന്ന് വെച്ചാൽ സ്റ്റിറോയിഡുകളാണ്. ഇവരൊക്കെ എന്താണ് സ്റ്റിറോയിഡ് ഹോർമോൺ ആണ്. ഇത് പഠിക്കുന്നത് എവിടെ നിന്നാന്ന് വെച്ചാൽ നമ്മൾ യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. മെഡിക്കൽ കോളേജിലേക്ക് എത്തുമ്പോഴത്തേക്കും യു വിൽ സ്റ്റഡി അബൌട്ട് ദ യൂസ് ഓഫ് ദ സ്റ്റിറോയിഡ്സ്, ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്റ്റിറോയിഡ് സാധനങ്ങളുടെ യൂസിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സാധനത്തിന് എന്തുണ്ടെന്ന് വെച്ചാൽ ദ സ്റ്റിറോയിഡ്സിന് എന്തുണ്ട് സൈഡ് എഫക്ട് ഉണ്ട്. അപ്പോൾ യൂഷ്വലി നമ്മൾ കഴിക്കുന്ന ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലുകളില്ലേ, നിങ്ങൾ പഠിച്ചിട്ടുള്ള പലതരത്തിലുള്ള ഓറൽ കോൺട്രാസെപ്റ്റീവ് മാല എൻ മാല ഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോൺട്രാസെപ്റ്റീവ് പില്ലുകളെ പറ്റിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ പറയുന്ന യൂഷ്വലി കഴിക്കുന്ന ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലുകൾ എല്ലാ സാധനങ്ങളും കോൺട്രാസെപ്റ്റീവ്സ് യൂഷ്വലി എന്താണെന്ന് വെച്ചാൽ ദേ ഓൾ ആർ സ്റ്റിറോയിഡ്സ്. സോ അവർ ലോങ് ടൈമിൽ നമ്മൾ ഈ സ്റ്റിറോയിഡ്സ് കഴിക്കുന്ന സമയത്ത് വാട്ട് ക്യാൻ ഹാപ്പൻ ദർ ക്യാൻ ബി സം സൈഡ് എഫക്ട് ഫോർ ലോങ് ടൈം യൂസ്. സോ അങ്ങനെ വരാതെ നോൺ സ്റ്റിറോയിഡൽ ആയിട്ടുള്ള ഒരു സാധനമാണ്, സ്റ്റിറോയിഡ് അല്ലാത്ത ഒരു സാധനമാണ് സഹേലി എന്ന് പറയുന്ന സാധനം. ആക്ച്വലി ദാറ്റ് ഇസ് എ ഡിഫറെന്റ് കെമിക്കലിന്റെ പേരൊന്നും നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ വൺസ് മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിയുമ്പോൾ ഈ കെമിക്കലിന്റെ പേരും സാധനങ്ങളൊക്കെ പഠിക്കുന്നുണ്ടാവും. സോ ഇത് ഓർത്തിരിക്കുക. ആൻഡ് ഇത് ആരാ ഫോർമുലേറ്റ് ചെയ്തത്, ആരാണ് കണ്ടുപിടിച്ചത് എന്നുള്ള സാധനങ്ങളുണ്ട്. ഇത് ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ദിസ് ഇസ് എ ഹോംവർക്ക് ഫോർ യു. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞ ചാപ്റ്റർ തുറന്നു പോയി കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ആരാണ്. ലക്നൌവിലാണ്, ഒരു ക്ലൂ തരാം, ലക്നൌവിലാണ് ഒരു ഓർഗനൈസേഷൻ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ. സോ ഇവിടെ നോക്കിക്കോ. സോ ദിസ് ഇസ് ആൻ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫോർ ഫീമെയിൽ ദാറ്റ് ഇസ് സഹേലി. സോ നോക്കിക്കോ രണ്ടാമത്തെ ക്വസ്റ്റ്യന് ദിസ് ഈസ് എ പക്ക NCERT ബേസ്ഡ് ആൻസർ കേട്ടോ. സോ അതാണ് ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് ഫോർ ഫീമെയിൽ who want to delay pregnancy or the space children എന്ന് പറഞ്ഞാൽ മക്കളെ ഒരു കുട്ടി ജനിച്ചതിന് ശേഷം അടുത്ത കുട്ടിയിലേക്ക് എത്ര ഗ്യാപ്പ് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വെച്ച് കുട്ടികൾ ഉണ്ടാവുന്നതല്ലേ നല്ലത്. അങ്ങനെ സ്പേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള കോൺട്രാസെപ്റ്റ് ഏതാണെന്നുള്ളതാണ്. സോ ഈ ഐഡിയൽ എന്നുള്ള വാക്ക് യൂഷ്വലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല സാധനങ്ങളുണ്ട്. പക്ഷേ NCERT ഒരു സാധനത്തിനെ പറ്റിയിട്ട് പക്ക എന്താ പറഞ്ഞിട്ടുള്ളത്, ഐഡിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനത്തിനെ പറ്റിയിട്ട് NCERT പറഞ്ഞിട്ടുണ്ട്. NCERT സംബന്ധിച്ചിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യുന്ന, ഇന്ത്യക്കാർക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു സാധനമുണ്ട് NCERT, ദാറ്റ് ഇസ് നോൺ ആസ് വാട്ട് IUD എന്നാണ് NCERT ആൻസർ പറയുന്നുണ്ടാവുക. സോ ഐഡിയൽ NCERT ബേസ്ഡ് ആയിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ ദ ആൻസർ വിൽ ബി IUD. വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് IUD? ആരാ പറഞ്ഞുതരാം വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് IUD? ദാറ്റ് ഇസ് നോൺ ആസ് വാട്ട് ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് ആണല്ലോ അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ ഇൻട്രാ യൂട്രൈൻ ഡിവൈസിനെ പറ്റിയിട്ടാണ്. സോ ഐ വിൽ ബി ജസ്റ്റ് ടെല്ലിംഗ് അബൌട്ട് വാട്ട് ഇസ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് ഡൂയിങ്. സോ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ടിന്റെ പടം ഞാൻ വരക്കുകയാണെങ്കിൽ, സോ യു നോ ദർ ആർ 2 ഫലോപ്പിയൻ ട്യൂബ്സ് ഉണ്ട് ആൻഡ് ദർ എന്തുണ്ട്, ഒരു യൂട്രസ് ഉണ്ട് ആണല്ലോ അല്ലെ, വജൈന ഉണ്ട്, ഇങ്ങനെ ഉണ്ടാവാം. ആൻഡ് ഇവിടെ നമുക്ക് എന്തുണ്ട്, ഇവിടെ ഓവറി ഉണ്ട്. ആൻഡ് ഈ ഓവറി എന്ത് ചെയ്യും, മാസത്തിൽ ഒരു പ്രാവശ്യം എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഒരു ഓവം റിലീസ് ചെയ്യും. ആ ഓവം ഈ ഫലോപ്പിയൻ ട്യൂബിന്റെ ഉള്ളിലേക്ക് കയറും. അതിന്റെ ഉള്ളിലേക്ക് അതിന്റെ അടുത്തേക്ക് സ്പേം വന്ന് ഫെർട്ടിലൈസ് ചെയ്യും. ആൻഡ് ദാറ്റ് വിൽ ബി ഫോമിങ് എന്ത് ഫോം ചെയ്യുന്നുണ്ടോ മക്കളെ, ഒരു സൈഗോട്ട് ഫോം ചെയ്യും. ആ സൈഗോട്ട് ഇവിടെ വന്ന് യൂട്രസിൽ പറ്റി പിടിച്ചിരുന്ന് വളർന്ന് വലുതായിട്ടാണ് കുട്ടി ഉണ്ടായി വരുന്നത്. സോ ദാറ്റ് എവരിബഡി നോസ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യത്തിന്റെ ജനറൽ വ്യൂ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു യൂട്രസിന്റെ ഉള്ളിൽ, സപ്പോസ് യു ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്, യൂട്രസിന്റെ ഉള്ളിൽ നമ്മളൊരു ഡിവൈസ് വെക്കുകയാണ്, സംതിങ് ഇൻസൈഡ് ദ യൂട്രസ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടാവുക, ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് എന്ന് വിളിക്കുന്നുണ്ടാവുക. ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് അല്ലെങ്കിൽ IUD എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ അതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ആലോചിച്ച് നോക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ എന്തെങ്കിലും ഒരു സാധനം, ഇത് എന്താണ്, കോപ്പർ ടീയോ കോപ്പർ എല്ലോ അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല, ഐ ആം പ്ലേസിങ് സംതിങ് ഹിയർ, എന്തോ ഒരു സാധനത്തിനെ ഞാനിവിടെ പ്ലേസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു സാധനം ഇവിടെ കൊണ്ടുപോയി വെച്ചു, സംതിങ് ഓക്കെ ആണല്ലോ അല്ലേ. സോ ഈ ഒരു സാധനം ഇവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ എഫക്ട് ഓഫ് ദിസ് IUD? ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. മണ്ടത്തരം പഠിച്ചു വെക്കരുത്, കാരണം ദർ ഈസ് സ്മോൾ കൺസെപ്റ്റ് ഹിയർ. സോ ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, വാട്ട് ഈസ് ദിസ് തിങ്? ഞാനിവിടെ പ്ലേസ് ചെയ്യുന്ന ഈ സാധനം എന്താണെന്ന് അറിയോ മക്കളെ? സോ ദിസ് ഈസ് എ ഫോറിൻ ഒബ്ജക്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതെന്താണ്, ഒരു ഫോറിൻ ഒബ്ജക്റ്റ് ആണ്. ഫോറിൻ ഒബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു മുള്ളു കൊണ്ട പോലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം അല്ലേ, കൈൻ്റെ ഉള്ളിൽ ഒരു മുള്ളു കൊണ്ട് കഴിഞ്ഞാൽ മുള്ളൊരു ഫോറിൻ ഒബ്ജക്ട് അല്ലേ, അല്ലെങ്കിൽ കയ്യിലേക്ക് ഒരു ബാക്ടീരിയ കയറി എന്ന് പറഞ്ഞാൽ അതൊരു ഫോറിൻ ഒബ്ജക്ട് അല്ലേ. ഈ ഫോറിൻ ഒബ്ജക്ട് ആണെങ്കിൽ അതിനെ നമ്മൾ യൂഷ്വലി വിളിക്കുന്ന പേര് എന്ന് പറഞ്ഞാൽ ആന്റിജൻ എന്നാ വിളിക്കുക. അങ്ങനെയാണെങ്കിൽ വാട്ട് അവർ ഇമ്മ്യൂണിറ്റി വിൽ ഡു, ഇമ്മ്യൂണിറ്റി വന്നിട്ട് ഈ ഫോറിൻ ഒബ്ജക്റ്റിനെ പിടിച്ച് പുറത്ത് കളയാൻ വേണ്ടി നോക്കും. സോ ദർ വിൽ ബി ആൻ ഇമ്മ്യൂൺ റിയാക്ഷൻ ഹാപ്പനിങ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഈ പറയുന്ന സാധനത്തിന്റെ ചുറ്റും എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, നമ്മൾ വെച്ച ഫോറിൻ ഒബ്ജക്റ്റിന്റെ ചുറ്റും എന്തെന്ന് വെച്ചാൽ ദർ വിൽ ബി സം ഇമ്മ്യൂൺ റിയാക്ഷൻ ഉണ്ടാവും. അവിടെ ഇമ്മ്യൂൺ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ WBCs, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാക്രോഫേജസ്, പലതരത്തിലുള്ള സെല്ലുകൾ വന്നിട്ട് അതിന്റെ ചുറ്റും എന്ത് ചെയ്യും, പലതരത്തിലുള്ള കെമിക്കലുകളും സാധനങ്ങളൊക്കെ ഫോം ചെയ്യും ഈ ഫോറിൻ ഒബ്ജക്റ്റിന്റെ പുറത്ത്. എന്തിനു വേണ്ടിയിട്ട്, ഈ ഫോറിൻ ഒബ്ജക്റ്റിനെ പിടിച്ച് പുറത്ത് കളയാൻ വേണ്ടിയിട്ട്.
സോ ദർ വിൽ ബി ആൻ ഇമ്മ്യൂൺ റിയാക്ഷൻ ഉണ്ടാവും എന്തിനു ചുറ്റും, ഈ ഫോറിൻ ഒബ്ജക്റ്റിന്റെ ചുറ്റും അല്ലെങ്കിൽ ഈ IUDയുടെ ചുറ്റും. നമ്മളിവിടെ വെച്ചാൽ IUD ഇൻട്രായൂട്ടറൈൻ ഡിവൈസ്, ഈ IUDയുടെ ചുറ്റും എന്ത് ചെയ്യുന്നുണ്ടാവും, ദർ വിൽ ബി ഒരു ഇമ്മ്യൂൺ റിയാക്ഷൻ ഉണ്ടാവും. സോ ഈ ഇമ്മ്യൂൺ റിയാക്ഷൻ ഇവിടെ ഉള്ളത് കൊണ്ട് ഡ്യൂ ടു ദിസ് തിങ് നമ്മുടെ ഇവിടെ നിന്ന് വരുന്ന ഈ സൈഗോട്ടിലെ മക്കളെ, ഈ സൈഗോട്ടിന് ഇവിടെ എത്തിക്കഴിയുമ്പം ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സ്പേം ഇനീഷ്യലി ഈ വജൈനയിൽ ഇവിടെയാണ് വരുന്നുണ്ടാവുക. ഈ വജൈനയിൽ നിന്ന് സ്പേമിന് മേളിലേക്ക് കയറി പോകാൻ നേരത്തിട്ട് അവിടെ കുറേ ഇമ്മ്യൂൺ സെൽസ് ഒക്കെ നിൽക്കുന്നുണ്ട്. ഈ ഇമ്മ്യൂൺ സെൽസ് സ്പേമിനെയൊക്കെ അടിച്ച് തുടച്ച് തള്ളി കളഞ്ഞിട്ടുണ്ടാവും. സോ ഹൗ ആൻ IUD വർക്ക്സ് എന്ന് വെച്ചാൽ IUDന്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നോൺ മെഡിക്കേറ്റഡ് IUD ഉണ്ട്, കോപ്പർ റിലീസിങ് IUD ഉണ്ട്, ഹോർമോൺ റിലീസിങ് IUD ഉണ്ട്. ഏത് IUD ആണെങ്കിലും എവറി IUDs വിൽ ബി സെറ്റിംഗ് ആൻ ഇമ്മ്യൂൺ റിയാക്ഷൻ വിത്തിൻ ദ യൂട്രസ്. ഫസ്റ്റ് സാധനമാണ് ഇമ്മ്യൂൺ റിയാക്ഷൻ വിത്തിൻ ദ യൂട്രസ് ആൻഡ് ഇറ്റ് വിൽ മേക്ക് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇൻസ്യൂട്ടബിൾ ആക്കി ഇംപ്ലാന്റേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷനും നടക്കില്ല. ഫെർട്ടിലൈസേഷനോ ഇംപ്ലാന്റേഷനോ പറ്റാത്ത രൂപത്തിലേക്ക് യൂട്രസിന്റെ എൻവയോൺമെന്റിനെ ചേഞ്ച് ചെയ്യും. അതൊരു ഇമ്മ്യൂൺ റിയാക്ഷന്റെ എൻവയോൺമെന്റ് ആക്കിയിട്ട് അതിനെ ചേഞ്ച് ചെയ്ത് കളയും. സോ ദിസ് ഈസ് ഹൗ ആൻ IUD വർക്ക്സ്. ഇങ്ങനെയാണ് ഒരു IUD വർക്ക് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള നോളജ് ഈ സ്ഥാനത്തിൽ ഉണ്ടാവണം. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് ആൻ IUD. അത് ഹോർമോൺ റിലീസിങ് IUD ആണെങ്കിലും കോപ്പർ റിലീസിങ് IUD ആണെങ്കിലും നോൺ മെഡിക്കേറ്റഡ് IUD ആണെങ്കിലും ഇത് തന്നെയായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയിട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എന്ന് പറഞ്ഞാൽ ദ ഫംഗ്ഷൻ ഓഫ് കോപ്പർ അയോൺസ് ഇൻ കോപ്പർ റിലീസിങ് IUD ഈസ്. അതായത് കോപ്പർ റിലീസിങ് IUDയിലേക്ക് കോപ്പർ അയോണുകളെ റിലീസ് ചെയ്യുന്ന IUDകൾ ഉണ്ട് ചില സാധനങ്ങൾ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം കോപ്പർ വെച്ചിട്ടാണ് തുടങ്ങുക അല്ലെ, CUT അല്ലെങ്കിൽ കോപ്പർ T അല്ലെങ്കിൽ കോപ്പർ 7 അല്ലെങ്കിൽ പറയുന്ന ഒരു സാധനമുണ്ട് മൾട്ടി ലോഡ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. ഈ ഒരു പേര് മാത്രമാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഓർത്തിരിക്കാനുള്ളത്. കോപ്പർ റിലീസിങ് IUDയുടെ പേരിൽ മൾട്ടി ലോഡ് എന്നുള്ള ഒറ്റ സാധനം ഓർത്തിരുന്നാൽ മതി. കാരണം ബാക്കി എല്ലാത്തിലും കോപ്പർ വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സോ അതിനകത്തുള്ള കോപ്പർ അയോൺസിന്റെ പണി എന്താണെന്നാണ് ചോദിക്കുന്നുണ്ടാവുക. സോ ബേസിക്കലി നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ പറ്റും. ഒരു കോപ്പർ റിലീസിങ് IUD ഇവിടെ വെച്ചെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഈ നടുവിൽ വെച്ചിരിക്കുന്ന സാധനത്തിന്റെ പടം ഞാൻ മാറ്റി വരയ്ക്കാൻ വേണ്ടി പോവാണ്. സോ ദിസ് ഈസ് ലൈക്ക് എ കോപ്പർ T. ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കുന്ന സാധനത്തിന്റെ പേര് മാറ്റിയിട്ട് ഇതിനെന്താക്കി മാറ്റി, ഐ എം ജസ്റ്റ് പ്ലേസിംഗ് എ കോപ്പർ T ഹിയർ. ഒരു T ഷേപ്പിലുള്ള കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു T ഷേപ്പിലുള്ള സാധനം ഇവിടെ വെച്ചു. സോ വാട്ട് വിൽ ബി ഒക്കറിങ് ഫസ്റ്റ്? ആദ്യം എന്ത് സംഭവിക്കുന്നു പറഞ്ഞു. ആദ്യം ഈ കോപ്പർ T എന്ത് കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലോ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ടാണല്ലോ ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ടാണല്ലോ എന്തുണ്ടാക്കിയാണെങ്കിലും ദിസ് ഈസ് എ ഫോറിൻ ഒബ്ജക്ട്. സോ ആദ്യം എന്ത് ചെയ്യും, അതിന് ചുറ്റും ഇമ്മ്യൂൺ റിയാക്ഷൻ വരും. സോ ദാറ്റ് ദ യൂട്രസ് വിൽ ബിക്കം അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ ഓർ ഫെർട്ടിലൈസേഷൻ. അതിന് പറ്റാത്ത രൂപത്തിൽ വരും. ഇൻ അഡീഷൻ ടു ദാറ്റ് തിങ് ഈ കോപ്പർ T അല്ലെങ്കിൽ ഈ സാധനം എന്ത് വെച്ചാൽ ദാറ്റ് വിൽ റിലീസ് കോപ്പർ അയോൺസിനെ ഇതിനുള്ളിൽ റിലീസ് ചെയ്യും. This copper ions will decrease the sperm motility. This will decrease the sperm motility. Sperm motility എന്ത് ചെയ്യുന്നുണ്ടാവും, കുറയ്ക്കുന്നുണ്ടാവും. sperm motility കുറയുന്നത് കൊണ്ട് അപ്പോൾ ഒന്നാമത്തെ എഫക്ട് എന്താ, കോപ്പർ ടീന്റെ ഒന്നാമത്തെ എഫക്ട് എന്താ, ദ ഫസ്റ്റ് എഫക്ട് ഇത് തന്നെയാണ്. ഇമ്മ്യൂൺ റിയാക്ഷൻ ഉണ്ടാക്കിയിട്ട് യൂട്രസിനെ അൺസ്യൂട്ടബിൾ ആക്കും ഇംപ്ലാന്റേഷനോ ഫെർട്ടിലൈസേഷനോ വേണ്ടിയിട്ട്. രണ്ടാമത്തെ എഫക്ട് ആണ് ദാറ്റ് വിൽ ഡിക്രീസ് ദ സ്പേം മോട്ടിലിറ്റി എന്നുള്ള കാര്യം. സോ യു ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. അപ്പോൾ കോപ്പർ T എന്ന് പറയുന്ന സാധനത്തിന് എന്തുണ്ട്, ഈ ആദ്യത്തെ മറ്റേ എഫക്ട് ഉണ്ട്, മറ്റേ സാധനം ഉണ്ട്. സോ ഇത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. സോ ദിസ് ഇസ് എ സിമ്പിൾ കൺസെപ്റ്റ്. സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാക്കി വെക്കണം. നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ആർക്കും പറ്റുന്നുണ്ടാവില്ല. സോ ദ ഫംഗ്ഷൻ ഓഫ് കോപ്പർ അയോൺസ് ഇൻ കോപ്പർ റിലീസിങ് IUD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ സപ്രസ് sperm motility and fertilizing capacity of the sperm. So the option 1 will be the right. നോക്കിക്കോട്ടോ, ഇവർ ഗാമറ്റോജനസിനെ ഒന്നും ചെയ്യുന്നില്ല. യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഓപ്ഷൻ നമ്പർ 3. നോക്കിക്കോ, ദേ മേക്ക് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ബി ടെല്ലിംഗ് ലൈക്ക് ഇത് ശരിയാണ്, പക്ഷേ ഈ ചോദ്യത്തിന്റെ ഉത്തരമല്ല. ചോദ്യത്തിന്റെ ഉത്തരം ചോദിച്ചാൽ എന്താ, കോപ്പർ അയോൺസിന്റെ സ്പെസിഫിക് ഫംഗ്ഷൻ ആണ് ചോദിച്ചത്. സ്പെസിഫിക് ഫംഗ്ഷൻ വിൽ ബി ദിസ് തിങ് ആൻഡ് ദിസ് ഈസ് ദ നോൺ സ്പെസിഫിക് ഫംഗ്ഷൻ ഓഫ് ആൻ IUDയുടെ ഫംഗ്ഷൻ ആണ്. അപ്പോൾ തേർഡ് ഓപ്ഷനും അവിടെ വാലിഡ് ആയിട്ട് തന്നെയാണ് വരുന്നുണ്ടാവുക. യു ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ്. ഇത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കണം, അല്ലെങ്കിൽ അത് തെറ്റായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. മക്കളെ ക്ലിയർ ആണോ? നിഹാലെ പറഞ്ഞേ, അശ്വിനെ പറഞ്ഞേ, നജുണ്ട് പറഞ്ഞു നോക്കി. കുറച്ച് ആൾക്കാരുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ അല്ലേ? ഇതിനൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇറ്റ് ഇസ് നോട്ട് എ ബൈ ഹാർട്ട് തിങ്. ദർ ഇസ് എ കൺസെപ്റ്റ് ഫോർ ദാറ്റ് തിങ്. കിട്ടിയല്ലോ അല്ലേ? അടുത്ത സാധനം ഇറ്റ് ഇസ് റിഗാർഡിംഗ് ART. ARTനെ പറ്റിയിട്ടാണ്. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്നാണ് പറയുക. ഇറ്റ് ഇസ് നോട്ട് ആർട്ടിഫിഷ്യൽ, ഇറ്റ് ഇസ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. സോ ഈ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അടുത്തത്, 4ാമത്തെ ക്വസ്റ്റ്യൻ. സോ അതിനെ പറ്റിയിട്ടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻ കേസ് ഓഫ് എ കപ്പിൾ വെർ ദ മെയിൽ ഈസ് ഹാവിംഗ് വെരി ലോ സ്പേം കൗണ്ട്. അതായത് നമുക്കറിയാൻ പറ്റില്ല, നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരാൾ എന്താവണമെങ്കിൽ നമ്മൾ ഫെർട്ടൈൽ ആവണമെങ്കിൽ 200 to 300 മില്യൺ സ്പേംസ് വേണം. അതിൽ 60% നോർമൽ ഷേപ്പ് ആൻഡ് സൈസ് വേണം. അതിൽ 40% വിഗറസ് മോട്ടിലിറ്റി വേണം എന്നൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതിന് ലോ സ്പേം കൗണ്ട് ആണെങ്കിൽ
വാട്ട് വിൽ ബി ദ ഓപ്ഷൻ എന്നുള്ളതാണ് ചോദിക്കല്. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദിക്കാൻ പറ്റിയ ഒരു സാധനം. സോ അത് പഠിക്കാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ ഉണ്ട്, ഗ്യാമേറ്റ് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് ഇതൊരു റോങ് ഓപ്ഷനിൽ തന്നെ അങ്ങനത്തെ ഒരു സാധനമേ ഇല്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊരു ഓപ്ഷനാണ്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആൻഡ് ഇൻട്രോ സൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചക്ഷൻ ഒരു ഓപ്ഷനാണ്. ഇതിനകത്ത് ഏത് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കും എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് ആർട്ടിനെ പറ്റിയിട്ട്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവണം. സോ ലെറ്റ് us ടോക്ക് അബൌട്ട് ആർട്ട്. നമ്മളിപ്പോൾ IUD പറ്റി സംസാരിച്ച പോലെ ആർട്ടിനെ പറ്റിയിട്ട്, ആർട്ടിന്റെ ഫുൾ ഫോം എന്താ മക്കളെ? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്നാണ്. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ഓർ ആർട്ട്, ഇതാണ് നമുക്ക് പറയാനുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് നോർമലി എങ്ങനെയാണ് ഈ പറയുന്ന റീപ്രൊഡക്ഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണം. നോർമലി റീപ്രൊഡ്യൂസ് നടക്കണമെങ്കിൽ ആദ്യം സംഭവിക്കണം, ആദ്യം ഗ്യാമേറ്റ് ഫോം ചെയ്യണം അല്ലേ? ഗ്യാമേറ്റ് ഫോർമേഷൻ ആദ്യം നടക്കേണ്ട പരിപാടിയാണ് ഗ്യാമേറ്റ് ഫോർമേഷൻ. അല്ലെങ്കിൽ ഗ്യാമേറ്റ് ഫോം ചെയ്യണം, അതുപോലെ തന്നെ ഒരു ഫീമെയിൽ ഗ്യാമേറ്റ് ഫോം ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് നടക്കണം മക്കളെ? രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇത് രണ്ടും കൂടി ചേർന്നിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ആ പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മെയിൽ ഗ്യാമേറ്റ് ഫീമെയിൽ ബോഡിയുടെ ഉള്ളിലേക്ക് എത്തണം. ആ പ്രോസസ്സിനെ എന്താ വിളിക്കുക മക്കളെ? മെയിൽ ഗ്യാമേറ്റ്. ഇപ്പോൾ ലൈക്ക് യു നോ ദാറ്റ് തിങ്. ഇത് ഒട്ടും നാണത്തോടെയോ അല്ലെങ്കിൽ ഒട്ടും അതിശയത്തോട് കൂടിയിട്ടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊക്കെ ബയോളജി പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്, ആൻഡ് നിങ്ങളൊക്കെ മോർ ഓവർ ഡോക്ടർ ആവാൻ പോകുന്ന ആൾക്കാരാണ്, ആൻഡ് യു ആർ എ മോഡേൺ സിറ്റിസൺ. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ് ഇൻ എ പക്ക പ്രോപ്പർ വേ. യു നോ ദർ ഇസ് സംതിങ് കോൾഡ് സെക്ഷൽ ഇന്റർകോഴ്സ്, ദർ ഇസ് സംതിങ് കോൾഡ് സെക്സ്. ഈ സെക്സ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നാണപ്പെടുമെന്ന് വേണ്ട കേട്ടോ. ദിസ് ഇസ് എ കോമൺ സാധനം ദാറ്റ് ഹാപ്പൻസ് എവ്രിവെയർ. സോ ഇതൊരു അറച്ച് അങ്ങനെയൊന്നും ലൈക്ക് അയ്യോ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഇറ്റ്സ് എ കോമൺ സാധനം. സോ അങ്ങനെ തന്നെ വിചാരിക്കുക. ദർ ഇസ് സംതിങ് കോൾഡ് സെക്സ്, ദർ ഇസ് സംതിങ് കോൾഡ് സെക്ഷൽ ഇന്റർകോഴ്സ് വേർ എന്താ ചെയ്യുന്നുണ്ടാവുക? മെയിൽ പാർട്ട്ണറുടെ പെനിസ് ഫീമെയിൽ പാർട്ട്ണറുടെ വജൈനയുടെ ഉള്ളിലേക്ക് എൻ്റർ ആവുന്ന ഒരു പ്രോസസ്സാണ്. അതിങ്ങനെ ലോകത്തുള്ള എല്ലാവരും തമ്മിൽ നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. രണ്ടാൾക്കാർ തമ്മിൽ നല്ല ഇഷ്ടവും നല്ല ഐക്യവും നല്ല യൂണിയനും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ഇടപെടലുകളുടെയൊക്കെ ഏറ്റവും ഫൈനലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. സോ അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ്, ഭയങ്കര അടിപൊളി. ലൈക്ക് ഇഫ് യു ആർ ഇൻ എ റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയത്ത് ആ ഒരു സമയത്ത് മാത്രം വളരെ അടിപൊളിയായിട്ട് നടക്കാവുന്ന ഒരു പ്രോസസ്സാണ്. സോ അതിനെ ആ ഒരു അർത്ഥത്തിൽ മാത്രം മനസ്സിലാക്കണം. ആൻഡ് ഇറ്റ് വിൽ ബി ദ ബെസ്റ്റ് അറ്റ് ദ റൈറ്റ് ടൈം വിത്ത് ദ റൈറ്റ് പേഴ്സൺ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള സമയത്ത് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള പേഴ്സന്റെ കൂടെ ആകുമ്പോഴാണ് ഇത് എൻജോയബിൾ ആവുന്നുണ്ടാവുക. റോങ് ടൈം വിത്ത് റോങ് പേഴ്സൺ ഇറ്റ് ഈസ് മോസ്റ്റ് ഓഫ് എന്താ പറയുക, കുറച്ചും കൂടി ദുരന്തം ആയിരിക്കും ആ സംഭവിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. സോ ഡെഫിനറ്റ്ലി ഐ വിൽ ബി ടോക്കിംഗ് മോർ അബൌട്ട് ദിസ് തിങ് നോട്ട് നൗ, ഈ ചാപ്റ്ററിലല്ല, പക്ഷെ അതിനും പുറത്ത് എനിക്ക് ഐ വുഡ് ലൈക്ക് ടു ഈ ഒരു കാര്യങ്ങളിൽ കുട്ടികളെ കുറച്ചും കൂടി ധാരണകൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്. സോ ഇവിടെ നമുക്ക് സെക്ഷൽ ഇന്റർകോഴ്സ് കഴിയും. ഇപ്പോൾ മെയിൽ പാർട്ട്ണറുടെ പെനിസ് വിൽ ബി എൻ്ററിങ് ദാറ്റ് ഫീമെയിൽ പാർട്ട്ണറുടെ വജൈനകത്തേക്ക് എൻ്റർ ചെയ്യുന്നുണ്ടാവും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് തിങ് ദിസ് പെനിസ് വിൽ ബി ഇജാക്കുലേറ്റിംഗ്. ഇജാക്കുലേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻസെമിനേഷൻ എന്ന് വിളിക്കും. ഇൻസെമിനേഷനിൽ എന്താ സംഭവിക്കുന്നുണ്ടാവുക? ദ മെയിൽ പാർട്ട്ണർ വിൽ ബി ട്രാൻസ്ഫറിങ് ദ സ്പേം ഓർ സെമൻ ഇൻ ടു ദ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്. അതാണ് നടക്കുന്നുണ്ടാവുക. സോ ആദ്യം എന്താ നടന്നത്? ആദ്യം ഗ്യാമേറ്റ് ഫോർമേഷൻ നടന്നു, മെയിൽ ഗ്യാമേറ്റ് ഫീമെയിൽ ഗ്യാമേറ്റ് ഇൻസെമിനേഷൻ നടന്നു. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ there will be what will be occurring, there will be what ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ടാവും. ഫെർട്ടിലൈസേഷൻ രണ്ടും കൂടി ഫ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ് നടക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് there will be what will be occurring പ്രഗ്നൻസി നടക്കുന്നുണ്ടാവും. ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്ത് നടക്കുന്നുണ്ടാവും? there will be the ചൈൽഡ് ബർത്ത് അല്ലെങ്കിൽ ഡെലിവറി എന്ന് പറഞ്ഞ പ്രോസസ് നടക്കുന്നുണ്ടാവും. പാർച്ചുലേഷൻ എന്നാണ് പറയുക. ആൻഡ് ദാറ്റ്സ് ഹൗ എ ബേബി ഈസ് ബോൺ. ഇത്രയും കാര്യങ്ങൾ നടക്കുന്ന സമയത്താണ് ഒരു ബേബി ഉണ്ടാവുന്നുണ്ടാവുക. സോ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ നടക്കുന്ന ഒരു പ്രോസസ്സ്, ഒരു എറർ വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് കുട്ടി ഉണ്ടാവാതിരിക്കാൻ പറ്റും. അങ്ങനെ കുട്ടി ഉണ്ടാവാതിരിക്കുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടാവുക? ഇൻഫെർട്ടിലിറ്റി എന്ന് വിളിക്കുന്നുണ്ടാവുക. യൂഷ്വലി നമ്മൾ പറയാ 2 years എന്നാണ് പറയാ. 2 വർഷം രണ്ടാൾക്കാർ, ഒരു മെയിൽ പാർട്ട്ണർ ആൻഡ് ഫീമെയിൽ പാർട്ട്ണർ കണ്ടിന്യൂസ്ലി ട്രൈങ് ടു കൺസീവ്, പ്രഗ്നന്റ് ആവാൻ നോക്കിയിട്ട് ആവാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് അതൊരു ഇൻഫെർട്ടിലിറ്റി ആയിട്ട് മാറുന്നുണ്ടാവുക. ആൻഡ് നൗ എ ഡേയ്സ് വി ആർ ഹാവിങ് എ വെരി സ്ട്രോങ് ബാക്കപ്പ്. എന്തിനു വേണ്ടിയുള്ള ബാക്കപ്പ് ആണ്? ഇതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അതിനെ വിളിക്കുന്ന പേരാണ് ART എന്ന് പറഞ്ഞ സാധനം. ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ്. ഇതും കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ബി ഗെറ്റിംഗ് 4 marks ഫ്രം ART. ഉറപ്പാണ് 4 മാർക്ക് കിട്ടുന്ന സാധനമാണ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിച്ച് കേട്ടോ. യു വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ് ഇൻ എ വെരി ക്ലിയർ വേ. സോ നോക്കിക്കോ, ഒരു സപ്പോസ് ഇഫ് മെയിൽ പാർട്ട്ണർ ഈസ് നോട്ട് പ്രൊഡ്യൂസിങ് ഗ്യാമേറ്റ്സ്, ഗ്യാമേറ്റ് പ്രൊഡക്ഷനിൽ എറർ ഉണ്ട്, മെയിൽ പാർട്ട്ണറുടെ ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എറർ ഉണ്ട്. വാട്ട് ഈസ് ദ പ്രൊസീജിയർ? നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ തന്നെ ഫീമെയിൽ പാർട്ട്ണർ ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. വാട്ട് ഈസ് ദ പ്രൊസീജിയർ? വി ക്യാൻ ഗോ ഫോർ വാട്ട്? സ്പേം ഓർ ഓവം ഡൊണേഷൻ. ഇതിന് വേണ്ടി പോകാൻ പറ്റും. സ്പേം അല്ലെങ്കിൽ ഓവം ഡൊണേഷൻ. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് സ്പേം അല്ലെങ്കിൽ ഓവം നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് സ്പേം ബാങ്ക്സ് ഓവം ബാങ്ക്സ് ഒക്കെ ഉണ്ട്. നമുക്കത് വാങ്ങിയിട്ട് സൂക്ഷിച്ച് വെക്കാനും കാര്യങ്ങളിലേക്ക് വെക്കാനും വേണ്ടി പറ്റുന്നുണ്ടാവും. ഇത് പോസിബിൾ ആണോ? മനസ്സിലായല്ലോ അല്ലേ? ഇനി
ഒരു മെയിൽ പാർട്ണറിൽ നിന്ന് സ്പേം വാങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ഹാവ് ടു ഈ സ്പേമിനെ എടുത്തിട്ട് ഫീമെയിൽ ബോഡിയുടെ ഉള്ളിലേക്ക് വെക്കണ്ടേ? സോ വി ഹാവ് ടു ഡു ദ ഇൻസെമിനേഷൻ. വേണോ വേണ്ടോ ആലോചിച്ച് നോക്കിക്കേ. ഇപ്പൊ സ്പേമാണ് വാങ്ങിയതെങ്കിൽ സ്പേമിനെ എന്ത് ചെയ്യണം? നമ്മൾ ഇൻസെമിനേറ്റ് ചെയ്യണം. അപ്പൊ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ സ്പേമാണ്, അല്ലെങ്കിൽ സപ്പോസ് ഇപ്പൊ ഒരു മെയിൽ പാർട്ട്ണർ ഹി കാനോട്ട് ഹാവ് ദ സെക്ഷൽ ഇന്റർകോഴ്സ് നടത്താൻ പറ്റാത്ത ഒരാളാണ്, അപ്പൊ അവർക്ക് ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ ഡു ഇറ്റ് ആർട്ടിഫിഷ്യലി. സോ ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് വാട്ട്? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് വിളിക്കും. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, അതായത് ആർട്ടിഫിഷ്യലി നമ്മൾ സ്പേം എടുത്തിട്ട് ഒരു സിറിഞ്ചിൽ വെച്ചിട്ട് ഫീമെയിൽ ജെനിറ്റൽ ട്രാക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. സോ നമുക്കൊന്ന് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം. സോ നമ്മൾ ഐ വിൽ ഡ്രോ അനദർ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിന്റെ ഫോട്ടോ വരയ്ക്കാം. ഒരൊറ്റ സിംഗിൾ ഫോട്ടോയിൽ ഈ സാധനങ്ങൾ മൊത്തം പറഞ്ഞു തരാം കേട്ടോ. ഒന്ന് മനസ്സിലാക്കി എടുത്തോ, എന്റെ കൂടെ ഇരുന്നിട്ട് ഈ നോട്ട് എഴുതി എടുത്തോ. ആൻഡ് ഈ ഒരു ഒറ്റ നോട്ട് വെച്ചിട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഓൾ ദ ക്വസ്റ്റ്യൻസ് റൈറ്റ് ഫ്രം ഹിയർ. ഈ ഒരു ഏരിയ എന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും റൈറ്റ് ആക്കി എടുക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ടാവും ഈ ഒരു ഒറ്റ നോട്ട് വെച്ചിട്ട്. സോ ബി കോൺഫിഡൻറ്റ്, അടിപൊളിയായിട്ട് പഠിച്ചെടുത്തോ, സാധനങ്ങൾ നോക്കാം കേട്ടോ. സോ ഫസ്റ്റത്തെ കാര്യം നമുക്കറിയാൻ പറ്റും, മെയിൽ പാർട്ണർ ഈസ് നോട്ട് പ്രൊഡ്യൂസിങ് സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് സ്പേം. ആവശ്യത്തിനുള്ള സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ, ഒന്നെങ്കിൽ അതേ പാർട്ണറിന്റെ തന്നെ സ്പേം എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡോണറായിട്ട് സ്പേം ഡൊണേഷൻ ആയിട്ട് സ്പേം വാങ്ങാൻ പറ്റും. ആൻഡ് വി ക്യാൻ ഒരു സിറിഞ്ചിൽ എടുത്തിട്ട്, യു നോ ദാറ്റ് തിങ്, ഒരു സിറിഞ്ചിൽ എടുത്തിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലി അത് വജൈനയുടെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തു. സോ ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് വാട്ട്? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഓർ AI എന്നാണ് വിളിക്കുന്നുണ്ടാവുക. പക്ഷേ യു നോ ദാറ്റ് തിങ്, വജൈനയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പേം തനിയെ ഇവിടുന്ന് സ്വിം ചെയ്ത് മേളിലേക്ക് കയറി ഇങ്ങനെ പോകണം, മേളിലേക്ക് പോയിട്ട് വേണം ഫെർട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊരു കാലതാമസം എടുക്കും ഫെർട്ടിലൈസേഷൻ. ബേസിക്കലി ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഒക്കെ ചെയ്യുമ്പോൾ വളരെ അസെപ്റ്റിക് ആയിട്ട് ചെയ്യണം, അതായത് ഒട്ടും ഇൻഫെക്ഷൻ ഒന്നും വരാത്ത രൂപത്തിൽ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ കുറച്ച് എക്സ്പെൻസീവ് ആയി. സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5000 രൂപ, 3000, 4000, 5000 രൂപയ്ക്ക് ആവും. കറക്റ്റ് എത്ര വില എന്ന് എനിക്ക് അറിയില്ല കേട്ടോ, പക്ഷേ സ്റ്റിൽ ഞാൻ പറയാണ്. സോ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ കൂടുതൽ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേ AI തന്നെ കുറച്ചും കൂടി ഒരു നീളമുള്ള ഒരു സിറിഞ്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂട്രസിന്റെ ഉള്ളിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റും. വി ക്യാൻ ഇൻസെമിനേറ്റ് വിത്തിൻ ദ യൂട്രസിന്റെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റും. സോ ദിസ് പ്രോസസ് ഈസ് ഓൾസോ ആൻ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഇതും ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആണ്, പക്ഷെ നമ്മൾ വജൈനയിലല്ല വെക്കുന്നത്, യൂട്രസിന്റെ ഉള്ളിലാണ് വെക്കുന്നത്. സോ ദ പ്രോസസ് ഈസ് നോൺ ആസ് വാട്ട്? നിങ്ങൾക്ക് അറിയാൻ പേരല്ലേ? ഇൻട്രാ യൂട്ടറൈൻ ഇൻസെമിനേഷൻ എന്ന് വിളിക്കുക. അതിനെ വിളിക്കുന്ന പേര് ഇൻട്രാ യൂട്ടറൈൻ ഇൻസെമിനേഷൻ എന്ന് വിളിക്കുക. ദ ഷോർട്ട് ഫോം ഈസ് വാട്ട്? IUI. വളരെ കെയർഫുൾ ആയിട്ട് മനസ്സിലാക്കണം. IUI, ഇൻട്രാ യൂട്ടറൈൻ ഇൻസെമിനേഷൻ. ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇൻസെമിനേറ്റ് ചെയ്ത് കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കണേ. സോ ദിസ് ഈസ് വാട്ട് ഇസ് ഇൻട്രാ യൂട്ടറൈൻ ഇൻസെമിനേഷൻ. അപ്പോൾ മെയിൽ പാർട്ട്ണർക്ക് സ്പേം കൗണ്ട് കുറവാണെങ്കിലോ സ്പേം ഇല്ലെങ്കിലോ വി ക്യാൻ അഡോപ്റ്റ് ദീസ് 2 മെത്തേഡ്സ്, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആൻഡ് ഇൻട്രാ യൂട്ടറൈൻ ഇൻസെമിനേഷൻ. ഇത് നമുക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. ഇനി ഫീമെയിൽ പാർട്ട്ണർ ഈസ് നോട്ട് പ്രൊഡ്യൂസിങ് ഓവം പ്രൊഡ്യൂസ് ചെയ്യാത്ത ആളാണ്. വാട്ട് വി ക്യാൻ ഡു? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു ഹെൽത്തി ഡോണറുടെ കയ്യിൽ നിന്ന് ഒരു ഓവം വാങ്ങാൻ പറ്റും. എന്നിട്ട് ഓവം എവിടെ വെക്കണം? ഓവം യൂട്രസിനുള്ളിൽ വെച്ചാൽ മതിയോ? പോരാ. നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ദ ഫലോപ്പിയൻ ട്യൂബ്, ആംപുലറി ഇസ്റ്റുമിക് ജംഗ്ഷനിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, പുറത്തുനിന്ന് കളക്ട് ചെയ്യുന്ന ഓവത്തിനെ എടുത്തിട്ട് ഫലോപ്പിയൻ ട്യൂബിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കും. ഓവത്തിനെ ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കും. സോ ദ പ്രോസസ്, അവിടെ ഇരിക്കുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താന്ന് വെച്ചാൽ ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ഗ്യാമേറ്റ്. ഏതാ ഗ്യാമേറ്റ്? ഓവമാണ് ആ ഗ്യാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ദാറ്റ് ഈസ് ദ നെയിം. ഗ്യാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് വിളിക്കും. സോ ദാറ്റ് വി ക്യാൻ ക്യൂർ ദാറ്റ് പ്രോബ്ലം ഓഫ് ദ ഫീമെയിൽ. അവിടെ ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പ്രോബ്ലത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ക്യൂർ ചെയ്യാൻ പറ്റും. ആരും മക്കളെ മനസ്സിലാക്കുന്നുണ്ടോ? ക്ലിയർ ആണോ എന്ന് ആലോചിച്ച് നോക്കി. സോ ഈ 2 സാധനങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഫെർട്ടിലൈസേഷൻ എവിടെയാണ് നടക്കുന്നുണ്ടാവുക? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എപ്പോഴും ഈ ഫീമെയിൽ ബോഡിയുടെ ഉള്ളിൽ തന്നെയായിരിക്കും നടക്കുന്നുണ്ടാവുക. കാരണം IUI ചെയ്താലും AI ചെയ്താലും ഗിഫ്റ്റ് ചെയ്താലൊക്കെ ഫെർട്ടിലൈസേഷൻ ഹാപ്പനിങ് ഇൻസൈഡ് ദ ഫീമെയിൽ. സോ അതിനെ നമ്മൾ വിളിക്കുന്ന പേര്, ആ ഒരു മെത്തേഡ്, ഫീമെയിലിന്റെ ഉള്ളിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന്റെ പേര് ഇൻ വൈവോ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഇൻ വൈവോ ഫെർട്ടിലൈസേഷൻ എന്നാ വിളിക്കുക. സോ ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഈ വൈവോ എന്നുള്ള സാധനം അല്ലേ, ഈ വൈവോ എന്നുള്ള സാധനം ഇത് കുറച്ച് ഡൈപ്പാണ്, പക്ഷെ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി കുഴപ്പമില്ലല്ലോ. നിങ്ങൾ ഓർത്താൽ മതി ഇൻ വൈഫ് ഓഫ് എന്ന് ഓർത്താൽ മതി. വൈഫിന്റെ ഉള്ളിൽ നടക്കുന്നതാണെന്ന് ഓർത്താൽ മതി. ഭാര്യയുടെ വൈഫിന്റെ ഉള്ളിൽ നടക്കുന്നതാണ്. അതാണ് ഇൻ വൈവോ എന്ന് പറഞ്ഞാൽ വൈഫിന്റെ ഉള്ളിലാണ് നടക്കുന്നത്. അപ്പോൾ അത് എവിടെ നടക്കുന്നത്? ബോഡിയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ അല്ലേ. സപ്പോസ് ഒരാൾക്ക് ഫെർട്ടിലൈസ് ചെയ്യാനാണ് പറ്റാത്തത്, അതായത് അയാൾക്ക് ഓവം ഉണ്ട്, അയാൾക്ക് സ്പേം ഉണ്ട്, പക്ഷെ പ്രോബ്ലം ഈസ് ഇൻ ദ ഫെർട്ടിലൈസേഷനാണ് പ്രോബ്ലം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ AI ചെയ്തിട്ട് അല്ലെങ്കിൽ ഗിഫ്റ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? അയാൾക്ക് ഗിഫ്റ്റ് ചെയ്തു, നമ്മളൊരു ഓവം വെച്ചു കൊടുത്തു. AI ചെയ്തു, നമ്മളൊരു സ്പേം വെച്ചു കൊടുത്തു. ഇത് രണ്ടും കൂടി ഫെർട്ടിലൈസ് ആവില്ല. ഇഫ് ദ പ്രോബ്ലം ഈസ് വിത്തിൻ ദ ഫെർട്ടിലൈസേഷൻ, ഈ ഫെർട്ടിലൈസേഷൻ പോർട്ടലാണ് നടക്കണമെങ്കിൽ നമുക്ക് ഈ ഫെർട്ടിലൈസേഷൻ എവിടെ നടക്കണം? വി ഹാവ് ടു ഡു ദ കണ്ടക്ട് ദ
ഫെർട്ടിലൈസേഷൻ ഫ്രം ലബോറട്ടറി. ലബോറട്ടറിയിൽ നിന്ന് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും. അതിനെ വിളിക്കുന്ന പേര് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്നാണ് വിളിക്കുക. അതിനെ വിളിക്കുന്ന പേര് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്നാണ് വിളിക്കുന്നുണ്ടാവുക. സോ ഈ വിട്രോ എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വിട്രോ എന്ന് കേൾക്കുമ്പോൾ ലബോറട്ടറി എന്ന് കേൾക്കല്ലേ, വിട്രോ ട്രീ കേൾക്കല്ലേ, ട്രോ ട്രീ, ലബോറട്ടറിന്റെ ട്രീയും വിട്രോന്റെ ട്രോയും കൂടെ ആലോചിച്ചാൽ മതി. ലബോറട്ടറി വിട്രോ ആലോചിച്ചാൽ മതി. വിട്രോ വെറുതെ ആലോചിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കറക്റ്റ് ആവാൻ വേണ്ടി പറയാം. മറ്റേത് ആലോചിച്ചാലും മതി. വൈവോ എന്ന് പറയുമ്പോൾ വൈഫിന്റെ ഉള്ളിൽ നടക്കുന്നതിനെയാണ് ഇൻ വൈവോ പറയാ. ലബോറട്ടറി എന്നുള്ള ട്രീ ആണ് ആ ഇൻവിട്രോയിലുള്ള ട്രോ എന്ന് ആലോചിക്കുക. ഉറപ്പാണല്ലോ അല്ലെ? അത് ജസ്റ്റ് ഇങ്ങനെ ട്രീ ട്രോ ആലോചിച്ച് വെച്ചാൽ മതി. നമുക്കൊരു കണക്ഷൻ കിട്ടിയാൽ നമുക്ക് കൃത്യം മനസ്സിലാവാനുണ്ടോടാ. എപ്പോട്ടെ അശ്വിനും ബാക്കി ആൾക്കാരൊക്കെ ഒന്നും മിണ്ടുന്നില്ല. ചാറ്റ് ബോക്സ് ഇങ്ങനെ അനങ്ങാതിരിക്കുക. ഞാൻ കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞു തരാം, നിങ്ങൾ ഇങ്ങനെ കേൾക്കാതെ ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെയല്ല, ഇങ്ങനെ ആവേശത്തിൽ പിടിക്കുക. ഇത് മനസ്സിലാവുന്നുണ്ടോ? ട്രോ ട്രീ മനസ്സിലായോ? ട്രോ ട്രീ, ഇൻവിട്രോ, ഇൻവിട്രി, അത് മനസ്സിലായോ? ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ദ ലബോറട്ടറി എന്ന് പറയാം. ഇൻ വൈവോ എന്ന് പറയുന്ന സമയത്ത് ഇൻ വൈഫ് ഓഫ് എന്നുള്ള രൂപത്തിൽ ഓർത്തിരിക്കുക. സോ ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഇൻ വൈവോ ഫെർട്ടിലൈസേഷനെ ഷോർട്ട് ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇത് IVF എന്നാ വരിക. പക്ഷെ ആക്ച്വലി നമ്മൾ കോമൺലി IVF എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ആണ്. കോമൺലി IVF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം പേപ്പറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പരസ്യ ബോർഡിലോ, ഇപ്പോൾ നാട്ടിലൊക്കെ കാണാൻ പറ്റും ഇഷ്ടംപോലെ പരസ്യ ബോർഡുകളും സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട്. പരസ്യ ബോർഡിലൊക്കെ IVF കാണുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് IVF ഇസ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ലബോറട്ടറിയിൽ വെച്ചിട്ട് ഫെർട്ടിലൈസ് ചെയ്യാണ്. എങ്ങനെ ഇവർ ലബോറട്ടറിയിൽ വെച്ച് ഫെർട്ടിലൈസ് ചെയ്യുക? ഭയങ്കര സിമ്പിൾ ആണ് അല്ലേ? ലബോറട്ടറിയിൽ വെച്ച് ഫെർട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നേരെ ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക ആണല്ലോ അല്ലേ? ടെസ്റ്റ് ട്യൂബ് ഒന്നും ആവില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ലബോറട്ടറി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്ന ഏറ്റവും എളുപ്പമുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ടെസ്റ്റ് ട്യൂബിന്റെ ഉള്ളിലേക്ക് നമുക്ക് എന്തൊക്കെ വെക്കാൻ പറ്റും? നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു ഓവത്തിന് ഇട്ട് കൊടുക്കാം. ഒരു ഓവം മോൾ വന്നു, പിന്നെ ഒരു സ്പേം മോൻ വന്നു ഇല്ലേ? ഒരു ചെക്കനും ഒരു പെണ്ണും ആണല്ലോ അല്ലേ? രണ്ടാൾക്കാരെയും വെച്ച് കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി. ഒരു സ്പേമിനെ ഒരു ഓവത്തിനെ ഇങ്ങനെ വെച്ചാൽ വെച്ചോ, ഒന്നും നടക്കില്ല. അത് അവിടെ വെറുതെ ഇരിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചർ കൊടുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള pH കൊടുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി ന്യൂട്രിയൻസ് എന്തെങ്കിലും വേണമെങ്കിൽ അത് കൊടുക്കണം. പിന്നെ വാട്ടെവർ അതിന് ചെയ്യാനുള്ള വേറെ ഫാക്ടേഴ്സ് വേണമെങ്കിൽ അത് കൊടുക്കണം. മെഡിസിൻസ് വേണം, അതിന് വേണ്ടിയിട്ടുള്ള ഹോർമോൺസ് വേണം. അങ്ങനെ എല്ലാ കണ്ടീഷൻസും കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദർ വിൽ ബി ദിസ് ഫ്യൂഷൻ വിൽ ബി ഹാപ്പനിങ്. എവിടെ ഫ്യൂഷൻ നടക്കുന്നുണ്ടാവുക? ഈ പറയുന്ന ടെസ്റ്റ് ട്യൂബിനകത്ത് നടക്കുന്നുണ്ടാവുക. ബേസിക്കലി നമ്മുടെ ലബോറട്ടറിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഫ്യൂഷൻ നടക്കും. ഇവർ രണ്ടുപേരും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് they will form a zygote. ആ zygote later on what it will be converted into an embryo. പല നമ്പർ ഓഫ് സാധനങ്ങളുള്ള ഒരു എംബ്രിയോ ആയിട്ട് മാറുന്നുണ്ടാവും. ഈ എംബ്രിയോനെ അല്ലെങ്കിൽ ഇവിടെ ഫോം ചെയ്തിട്ടുള്ള എംബ്രിയോനെയോ സൈഗോട്ടിനെയോ വാട്ട് വി ക്യാൻ ഡു, വി ക്യാൻ ട്രാൻസ്ഫർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദിസ് വിൽ ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു ദാറ്റ് യൂട്രസിലേക്കോ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്റ്റിലേക്കോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സോ ഇവിടെ എന്തൊക്കെ നടന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ദർ വാസ് IVF നടന്നിട്ടുണ്ടായിരുന്നു. എന്താ IVF എന്ന് പറഞ്ഞാൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, ലബോറട്ടറിയിൽ വെച്ച ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നടക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നടക്കുന്ന പരിപാടി. ഏതാ പരിപാടി? ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? എംബ്രിയോ ട്രാൻസ്ഫർ ഓഫ് എംബ്രിയോ നടക്കുന്നുണ്ടാവും. ആണോ അല്ലയോ? ട്രാൻസ്ഫർ. എന്തിന്റെ ട്രാൻസ്ഫർ ആണ്? എംബ്രിയോന്റെ ട്രാൻസ്ഫർ ആണ് നടക്കുക. ഇങ്ങനെ ഫെർട്ടിലൈസ് ചെയ്തിട്ട് കിട്ടിയ എംബ്രിയോനെ ചെയ്യുന്നുണ്ട്. ഈ IVF എംബ്രിയോ ട്രാൻസ്ഫർ, ഈ രണ്ട് പ്രോസസ്സിനെയും കൂടി ഒരുമിച്ച് വിളിക്കുന്ന ഒരു പേരുണ്ട്. ദാറ്റ് നെയിം ഈസ് നോൺ ആസ് വാട്ട്? ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്ന് വിളിക്കുന്നുണ്ടാവും. ബേബി പ്രോഗ്രാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകളാണ്, കൃത്യമായിട്ട് ഓർത്തിരിക്കണം. കാരണം ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം പണ്ട് പത്രത്തിലൊക്കെ ഞാൻ ഇങ്ങനെ വായിക്കുമായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പത്രത്തിൽ വാർത്ത വരും, കോട്ടയത്തുള്ള ചാക്കോച്ചനും അറിയാമയ്ക്കും ടെസ്റ്റ് ട്യൂബ് ബേബി പിറന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ വലിയൊരു ടെസ്റ്റ് ട്യൂബ്, ആ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു ബേബി ഉണ്ടായിരുന്നു. അതിങ്ങനെ വലുതായി ആ ഫുൾ ബേബി ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടായിട്ട് ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ നിന്ന് ബേബീനെ ഇങ്ങനെ പിടിച്ച് പുറത്തെടുക്കുന്ന ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ദാറ്റ് വാസ് മണ്ടത്തരം അല്ലേ? അങ്ങനെയല്ല. ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ എന്താ നടന്നത്? ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് മാത്രമേ നടന്നിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ആ എംബ്രിയോനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? യൂട്രസിൻ്റെ ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ബൈ ദ പ്രോസസ് ഓഫ് വാട്ട്? എംബ്രിയോ ട്രാൻസ്ഫർ. അപ്പോൾ ഈ സാധനത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുക? അതായത് IVF ചെയ്തതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത്? ഈ പറയുന്ന ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ സാധനം പഠിച്ചിട്ടുണ്ടായി. മനസ്സിലായോ? ക്ലിയർ ആണോ? കൺഫ്യൂഷൻസ് ഉണ്ടോ എന്നുള്ള ആരും ആലോചിച്ച് നോക്കിക്കേ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നെ. ദിസ് ഈസ് നോൺ ആസ്. ഇനി എംബ്രിയോ ട്രാൻസ്ഫർ എങ്ങോട്ടേക്കൊക്കെ ചെയ്യാൻ മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. എംബ്രിയോ ട്രാൻസ്ഫർ എങ്ങോട്ടേക്കൊക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഇത് ഭയങ്കര കെയർഫുൾ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ. സോ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം കേട്ടോ. സോ ഇവിടെ നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതൊരു സൈഗോട്ട് ആണെങ്കിൽ, ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഇതൊരു സൈഗോട്ട് ആണെങ്കിൽ ഓർ ഇറ്റ് ഈസ് എ 2 cell സ്റ്റേജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 cell സ്റ്റേജ് ആണെങ്കിലും സൈഗോട്ട് ആണെങ്കിലും വി വിൽ ബി ട്രാൻസ്ഫറിങ് ഇൻ ടു ദ ഫലോപ്പിയൻ ട്യൂബിലേക്ക് വെക്കുന്നുണ്ടാവുക. സോ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ എന്നാണ് വിളിക്കുക. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. സൈഗോട്ടിനെ ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. അപ്പോൾ അവിടെ 2 cell സ്റ്റേജ് ഇല്ലേ? 2 cell സ്റ്റേജിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സൈഗോട്ട് തന്നെയാണ്. അവിടെ അതിനെ 2 cell സ്റ്റേജിലുള്ള എംബ്രിയോ എന്ന് നമ്മൾ പറയാറില്ല. അത് 2 cell സ്റ്റേജ് ആയതുകൊണ്ട് നമ്മൾ അതിനെ സൈഗോട്ട് തന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ സെല്ല് ഒരു സെല്ലായിരുന്ന സൈഗോട്ട് ആയിരുന്നപ്പോഴും 2 സെല്ലായിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ
ദാറ്റ് വാസ് വാട്ട് സിഫ്റ്റ് എന്ന് തന്നെ വിളിക്കുക, സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് വിളിക്കുക. ഇനി ഉള്ള കട്ട് ഓഫ് വളരെ പ്രധാനമാണ്, ദാറ്റ് ഈസ് 8 സെൽ എന്നുള്ളതാണ് കട്ട് ഓഫ് വരുന്നുണ്ടാവുക. 8 സെല്ലിനേക്കാൾ കുറവുള്ള സ്റ്റേജിലാണെങ്കിൽ വി വിൽ ബി ട്രാൻസ്ഫറിങ് ഇൻ ടു ഫലോപ്പിയൻ ട്യൂബിലേക്ക് വെക്കും. 8 സെല്ലിനേക്കാൾ കൂടുതലുള്ള സ്റ്റേജിലാണെങ്കിൽ വി വിൽ ബി ട്രാൻസ്ഫറിങ് ഇൻ ടു ദ യൂട്രസിന്റെ ഉള്ളിലേക്ക് വെക്കുന്നുണ്ടാവും. സോ ദിസ് ഈസ് ദ ഐഡിയ. സോ 8 സെല്ലിനേക്കാൾ കുറവുള്ള ഒരു സ്ഥലത്ത് ഇഫ് യു ആർ പ്ലേസിംഗ് ദ എംബ്രിയോ ഇൻ ടു ദറ്റ് ഫലോപ്പിയൻ ട്യൂബ്, ദാറ്റ് ഈസ് നോൺ ആസ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് നോൺ ആസ് IFT ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഇറ്റ് ഈസ് ലെസ് ദാൻ 8 സെൽ. ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 8 സെൽ വി വിൽ ബി ട്രാൻസ്ഫറിംഗ് ദ എംബ്രിയോ ഇൻ ടു ദ യൂട്രസ്. ദാറ്റ് ഈസ് നോൺ ആസ് IUT, ദാറ്റ് ഈസ് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നുണ്ടാവുക. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിഫ്റ്റ്, IFT ആൻഡ് IUT. സിഫ്റ്റിൽ സൈഗോട്ട് ഓർ 2 സെൽ സ്റ്റേജിലായിരിക്കും വെക്കുന്നുണ്ടാവുക. ഇനി IFT എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 8 സെൽ. അപ്പോൾ ഒരു 4 സെൽ സ്റ്റേജിലുള്ള സാധനത്തിന് നിങ്ങൾ എവിടെ വെക്കും എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ വിൽ ബി ഇൻ ദ ഫലോപ്പിയൻ ട്യൂബ. 6 സെൽ സ്റ്റേജിലുള്ള സാധനത്തിന് എവിടെ വെക്കുന്ന വെച്ചാൽ ആൻസർ വിൽ ബി എവിടെ വെക്കുന്നുണ്ടാവുക, ഇൻ ദ ഫലോപ്പിയൻ ട്യൂബ. 8 സെൽ സ്റ്റേജിലുള്ള സാധനത്തിനെ പറ്റി ചോദിക്കില്ല എന്ന് വിചാരിക്കാം. 10 സെൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി, അല്ലെങ്കിൽ 8 സെൽ ഓർ മോർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ദ യൂട്രസിലാണ് വെക്കുന്നുണ്ടാവുക. ദാറ്റ് വിൽ ബി IUT ആയിരിക്കും വെക്കുന്നുണ്ടാവുക. ദാറ്റ് വിൽ ബി IUT ആയിരിക്കും. സോ ഈ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ മെത്തേഡ്, ദാറ്റ് ഇസ് എംബ്രിയോ ട്രാൻസ്ഫർ ഇൻ ഷോർട്ട് ഈസ് വാട്ട് ET ആണല്ലോ അല്ലേ. ET എന്ന് പറഞ്ഞ എംബ്രിയോ ട്രാൻസ്ഫർ ഇറ്റ് ക്യാൻ ബി ഡൺ ഇൻ 3 different ways. One is SIFT, that is zygote intrafallopian transfer, zygote or 2 cell stage, or the other one is known as IFT, that is intrafallopian transfer less than 8 cell stage. അടുത്തത് IUT, that is intrauterine transfer 8 or more than 8 cells. കിട്ടുന്നുണ്ടോ? സോ ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്, ആലോചിച്ച് നോക്കുക. അപ്പോൾ സിഫ്റ്റ് നടക്കുന്നത് ആർക്കാണ്? സൈഗോട്ട് അല്ലെങ്കിൽ 2 സെൽ സ്റ്റേജ് ആണല്ലോ അല്ലേ. IFT നടക്കുന്നത് ലെസ് ദാൻ 8 സെൽ സ്റ്റേജ് ആണല്ലോ അല്ലേ, ലെസ് ദാൻ 8 സെൽ സ്റ്റേജ്. IUT നടക്കുന്നത് മോർ ദാൻ ഓർ ഈക്വൽ ടു 8 സെൽ സ്റ്റേജിൽ എന്ത് നടക്കുന്നുണ്ടാവും? IUT ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ നടക്കുന്നുണ്ടാവും. ക്ലിയർ ആണോ? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. സോ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഈ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് പറഞ്ഞ കുന്തം മൊത്തം ഇത്രയേ ഉള്ളൂ. ഇനി ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് ഒരു ഐഡിയ ഉണ്ട്. നമ്മളിവിടെ പറഞ്ഞില്ലേ ഇവിടെ എങ്ങനെയാ ഈ IVF നടത്തിക്കൊണ്ടുവന്നത്? സ്പെർമിനെ വെച്ചു, ഓവത്തിനെ വെച്ചു, ടെമ്പറേച്ചർ കൊടുത്തു, pH കൊടുത്തു, ഹോർമോൺസ് കൊടുത്തു, ന്യൂട്രിയൻസ്, വേറെ ഫാക്ടേഴ്സ്, എല്ലാ സാധനങ്ങളും കൊടുത്തിട്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്? IVF നടത്തിക്കൊണ്ടത്. ഇങ്ങനെ അല്ലാത്തൊരു മെത്തേഡ് ഉണ്ട്. വാട്ട് വിൽ ബി ഡു എന്ന് വെച്ചാൽ നേരെ ഒരു ഓവം എടുക്കും, ഓവത്തിന്റെ ഉള്ളിലേക്ക് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു സ്പേം എടുക്കും. സ്പേമിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ വി വിൽ ടേക്ക് എ സിറിഞ്ച്, ഒരു നല്ല സിറിഞ്ച് എടുക്കും. നല്ല സിറിഞ്ച് എടുത്തിട്ട് സ്പേമിന്റെ ഉള്ളിലേക്ക് വെക്കും. എന്നിട്ട് നേരെ ഇങ്ങനെ വലിക്കുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? സ്പേമിന്റെ ന്യൂക്ലിയസ് മാത്രം ഈ സിറിഞ്ചിന്റെ ഉള്ളിലേക്ക് വരും. എന്നിട്ട് ഈ സ്പേം ന്യൂക്ലിയസിനെ ഈ സിറിഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ഇഞ്ചക്ട് ചെയ്തിട്ട് നേരെ ഓവത്തിന്റെ ഉള്ളിലേക്ക് വെക്കും. വാട്ട് വി ആർ ഡൂയിങ്, ദാറ്റ് ഈസ് വി ആർ ഡൂയിങ് വാട്ട് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക്, സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലേക്ക് ആരുടെ സൈറ്റോപ്ലാസം? ഓവത്തിന്റെ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലേക്ക് സ്പേമിനെ ഇഞ്ചക്ട് ചെയ്യാണ്ടാവുക. സ്പേം ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ടാവും. ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. വി ആർ ഡൂയിങ് വാട്ട്? ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ദാറ്റ് ഈസ് എ മെത്തേഡ് വി ക്യാൻ റീപ്ലേസ് ദ കൺവെൻഷണൽ IVF-നെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. സോ ഈ പറയുന്ന എല്ലാ മെത്തേഡ്സിലും എന്താ നടക്കുന്നുണ്ടാവുക? നടക്കുന്ന പ്രോസസ്സിന്റെ പേര് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഈ പറഞ്ഞ എല്ലാ പ്രോസസ്സിലും നടക്കുന്ന സാധനത്തിന്റെ പേര് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്നാണ് നടക്കുന്നുണ്ടാവുക. ഇവിടുത്തെ ഡേഞ്ചർ സയൻസും കൂടി പറഞ്ഞുതരാം. ദാറ്റ് ഈസ് എൻ്റെ കയ്യിൽ നിന്നുള്ള ടിപ്പാണ്. ദാറ്റ് ഇസ് എ പിറ്റ് ഫാൾസ്. ഏതൊക്കെയാണ് പിറ്റ് ഫാൾസ് എന്ന് അറിയോ? ഒന്ന് ഗിഫ്റ്റ്, അടുത്തത് സിഫ്റ്റ്. നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഗിഫ്റ്റും സിഫ്റ്റും ഒരുപോലെ ഉണ്ടാവും, പക്ഷേ ദിസ് ഈസ് വെരി ഡിഫറൻസ് ആണ്. ഗിഫ്റ്റിൽ എന്താ നടക്കുന്നുണ്ടാവുക? ഗ്യാമേറ്റിനെ ഫലോപ്പിയൻ ട്യൂബിന്റെ ഉള്ളിലേക്ക് വെച്ചു. ദാറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഇൻ വൈവോ ഫെർട്ടിലൈസേഷൻ. ഉറപ്പാണല്ലോ അല്ലേ. ആൻഡ് സിഫ്റ്റിനെ സൈഗോട്ട് ഓർ 2 സെൽ സ്റ്റേജിനെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് വിളിച്ചു. ദിസ് ഇസ് എ മെത്തേഡ് ഓഫ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ഓർ IVF-ന്റെ പാർട്ടാണ് ഈ സാധനം. സോ ഇത് രണ്ട് റിലേറ്റഡ് ഒന്നും അല്ല, അടുത്തടുത്തുള്ള സാധനങ്ങളല്ല. ദാറ്റ് ഇസ് 2 ഡിഫറെന്റ് തിങ്സ്. കിട്ടണുണ്ടോ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അടുത്ത ഒരു പിറ്റ്ഫാൾ ഞാൻ പറഞ്ഞുതരാം, അടുത്തൊരു കുഴി പറഞ്ഞുതരാം. IUI ആൻഡ് IUT കൃത്യമായിട്ട് നോക്കിയിരുന്നു. IUI ആൻഡ് IUT. IUI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ ആണ്. യൂട്രസിന്റെ ഉള്ളിലേക്ക് സ്പേമിനെയാണ് വെച്ചത്. ദാറ്റ് ഇസ് ആൻ ഇൻ വൈവോ മെത്തേഡ്. IUT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 8 സെൽ സ്റ്റേജിലുള്ള എംബ്രിയോണെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ആൻ IVF മെത്തേഡ് ഓർ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ മെത്തേഡ്. അടുത്ത ഇതുപോലത്തെ ഒരു മെത്തേഡ് കുഴിയാണ്. ദാറ്റ് ഈസ് IUT ആൻഡ് IFT. ഇത് നമുക്ക് മാറിപ്പോകാൻ സാധ്യതയുള്ള സാധനമാണ്. IUT നടത്തുന്നത് 8 സെല്ലിനേക്കാൾ മുകളിലുള്ള ഒരു സാധനത്തിനാണ്. IFT നടത്തുന്നത് ലെസ് സെല്ലിനേക്കാൾ സാധനമാണ്. ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് അറിയാം, ഞാനിപ്പോൾ പറഞ്ഞ ഇത്രയും സാധനങ്ങൾ അറിയാമെങ്കിൽ യു ആർ ആർട്ടിസ്റ്റ് കംപ്ലീറ്റ്. നിങ്ങൾ കംപ്ലീറ്റ് ആർട്ടിസ്റ്റായി മാറിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒരു ആർട്ടിസ്റ്റായി മാറണം മക്കളെ. നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് മാറണമെങ്കിൽ നീറ്റ് എക്സാമിന്റെ കാര്യത്തിൽ ഒരു ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനം പഠിച്ചാൽ മതി. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് അതിനകത്ത് വയ്ക്കുന്ന എന്ത് ക്വസ്റ്റിനും ആൻസർ കിട്ടുന്നുണ്ടാവും. സോ ഡെഫിനറ്റ്ലി ഐ വുഡ് റെക്കമെൻഡ് യു ടു ഷെയർ ദിസ് കണ്ടന്റ്. ഡെഫിനറ്റ്ലി ഈ ഒരു സാധനം ഷെയർ ചെയ്ത് കൊടുത്തോ ആൻഡ് യു വിൽ ബി ആൻ ആർട്ടിസ്റ്റ്. ഉറപ്പായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടാവും. സോ ഇവിടെ പറഞ്ഞോ, വാട്ട് ഈസ് ആൻസർ ദെയർ? ഇൻ കേസ് ഓഫ് എ കപ്പിൾ വെയർ മെയിൽ ഈസ് ഹാവിംഗ് എ very low sperm count ആണുള്ളത്.
അങ്ങനെയാണെങ്കിൽ വിച്ച് ടെക്നിക് വിൽ ബി സ്യൂട്ടബിൾ. വെരി ലോ സ്പെർം കൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം വിത്തിൻ ദാറ്റ് എന്താ പറയുന്നത് ഗ്യാമേറ്റ് ഫോർമേഷനിലാണ്. അപ്പോൾ അവർക്ക് ഒരിക്കലും പോയിട്ട് നമ്മൾ IVF ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഗ്യാമേറ്റിന് എടുത്തിട്ട് ഇൻസെമിനേറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും, അത്രേ ഉള്ളൂ. സോ ദ ആൻസർ വിൽ ബി ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഓർ ഇവിടെ നമുക്ക് എന്തും കൂടി ചെയ്യായിരുന്നു, IUI എന്നൊരു ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയാൽ IUI ചെയ്യണോ AI ചെയ്യണം എന്നുള്ളതിന് കൺഫ്യൂഷൻ ആവും. ബട്ട് ഡെഫിനറ്റ്ലി ഐ വിൽ ബി ചൂസിങ് IUI ചൂസ് ചെയ്യുന്നുണ്ടാവും, കാരണം ദാറ്റ് ഈസ് ഗിവിംഗ് മോർ റിസൾട്ട്സ്. ഉറപ്പാണല്ലോ അല്ലേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹോർമോൺ റിലീസിങ് IUD. IUDകളുടെ കാര്യത്തിൽ ഹോർമോൺ റിലീസിങ് ആരൊക്കെയാണെന്നുള്ള കാര്യം. ഹോർമോൺ റിലീസിങ് IUDs യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഒന്നിന്റെ പേര് പ്രൊജസ്റ്റാസേർട്ട് എന്നാണ്. പ്രൊജസ്റ്റാസേർട്ട് എന്നാണ് ഒന്നിന്റെ പേര്. വളരെ എളുപ്പത്തിൽ ഓർത്തിരിക്കാം, ബിക്കോസ് ദർ ഇസ് എ പ്രൊജസ്റ്ററോൺ ഈസ് ഹിയർ. പ്രൊജസ്റ്റ് എന്നുള്ള വാക്കുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആ സാധനത്തിന് എടുക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് വൺ ഈസ് വാട്ട് പ്രൊജസ്റ്റാസേർട്ട്, അത് എടുക്കാം. രണ്ടാമത്തെ സാധനത്തിന്റെ പേര് LNG-20 എന്നാണ്. അടുത്ത സാധനത്തിന്റെ പേര് LNG-20 എന്നാണ്. ഈ സാധനത്തിന്റെ പേര് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട സാധനമാണ്, അതല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലായിട്ടുള്ള സാധനമാണ്. സോ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട പേരുകളെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. LNG-20 ഈസ് ഹോർമോൺ റിലീസിങ് IUD. ഇതാണ് അതിന്റെ ഉത്തരം. ഈ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഇതാണ് വരുന്നുണ്ടാവും, LNG-20. ഇനി അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ മൾട്ടിലോഡ് 375. ദിസ് ഇസ് എ കോപ്പർ റിലീസിങ് IUD. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ലിപ്പേഴ്സ് ലൂപ്പ്, അത് 6 ആണ് കേട്ടോ. ലിപ്പേഴ്സ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ലിപ്പേഴ്സ് ലൂപ്പ് എന്ന് പറഞ്ഞ സാധനം ദാറ്റ് ഇസ് എ നോൺ മെഡിക്കേറ്റഡ് IUD. പ്രത്യേകിച്ച് മെഡിസിൻസ് ഒന്നും ഇല്ലാത്ത സാധനമാണ്. കോപ്പർ 7 ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അറിയാം, ദാറ്റ് ഇസ് എ കോപ്പർ റിലീസിങ് IUD ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോക്കിക്കോട്ടോ. എ ചൈൽഡ്ലെസ് കപ്പിൾ. ഇതിപ്പോൾ ഇനി ഉത്തരങ്ങൾ പടപെടാമെന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. ഇത് ആരൊക്കെ ഉത്തരം പറയുന്നത് കേട്ടോ. എ ചൈൽഡ്ലെസ് കപ്പിൾ ക്യാൻ ബി അസിസ്റ്റഡ് ടു ഹാവ് എ ചൈൽഡ് ത്രൂ ദ ടെക്നിക് കോൾഡ് ഗിഫ്റ്റ്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ടെക്നിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദ ഫുൾ ഫോം ഓഫ് ദ ടെക്നിക്ക് ഈസ്, എളുപ്പമാണ് അല്ലേ. വാട്ട് ഇസ് ഗിഫ്റ്റ്? ഗിഫ്റ്റിൽ ഗ്യാമേറ്റ് ഫലോപ്പിയൻ ട്യൂബിന്റെ ഉള്ളിലേക്ക് വെക്കുന്ന പ്രോസസ്സാണ്. സോ ദാറ്റ് വിൽ ബി ഗ്യാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ദ സെക്കൻഡ് ഓപ്ഷൻ വിൽ ബി ദ റൈറ്റ് ഓപ്ഷൻ. കിട്ടാനുണ്ടോ മക്കളെ? റെഡി ആവുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ മീൻസ് പറഞ്ഞോ, വീണ്ടും പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ വി വിൽ ഇൻസെമിനേറ്റ് ആർട്ടിഫിഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ സ്പേംസ് ഓഫ് എ ഹെൽത്തി ഡോണർ ടു എ ടെസ്റ്റ് ട്യൂബ് കണ്ടെയ്നിങ് ഓവ. അല്ല, ടെസ്റ്റ് ട്യൂബിലേക്കല്ല നമ്മൾ വെക്കുന്നത്. വി വിൽ ബി ഡൂയിങ് ഇൻ ടു ദ ഫീമെയിൽ ജെനറൽ ട്രാക്ട്. ട്രാൻസ്ഫർ സ്പേംസ് ഓഫ് ഹസ്ബൻഡ് ടു എ ടെസ്റ്റ് ട്യൂബ് കണ്ടെയ്നിങ് ഓവ. അല്ല, ഹസ്ബൻഡ് ടെസ്റ്റ് ട്യൂബിലേക്കല്ല നമ്മൾ വെക്കുന്നുണ്ടാവുക. ആർട്ടിഫിഷ്യൽ ഇൻട്രൊഡക്ഷൻ ഓഫ് സ്പേം ഓഫ് എ ഹെൽത്തി ഡോണർ ഇൻ ടു ദ വജൈന. ദിസ് ഈസ് എ പോസിബിൾ ആൻസർ. ഇൻട്രൊഡക്ഷൻ ഓഫ് സ്പേം ഓഫ് ഹെൽത്തി ഡോണർ ഡയറക്ട്ലി ഇൻ ടു ദ ഓവറി. ഓവറിയിലേക്ക് വെക്കില്ല. സപ്പോസ് ഇഫ് ഇൻ ടു ദ യൂട്രസ്, ദാറ്റ് ഈസ് ഓൾസോ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആണ്. നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ദാറ്റ് ഇസ് ദ 7th ക്വസ്റ്റ്യൻ ദെയർ. ആൻഡ് 8th ക്വസ്റ്റ്യൻ നിങ്ങൾ പെട്ടെന്ന് പഠിച്ചോ. 8th ക്വസ്റ്റ്യൻ ആൻസർ. സെലക്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് റിലേറ്റഡ് ടു ദ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. എന്താണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞ സാധനം ദാറ്റ് ഈസ് ആക്ച്വലി ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ഓർഗൻ വിത്ത് നോർമൽ ഫംഗ്ഷൻ. അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമോഷണൽ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷൻ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷൻ. ആൻഡ് I want you to be reproductively healthy because നിങ്ങളോട് ഇപ്പോൾ ചോദിക്കുകയാണ് ഇമോഷണലി വാട്ട് യു ഫീൽ അബൌട്ട് റീപ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്കെങ്കിലും ഒരു ഓക്വേർഡ് ഫീലിംഗ് വരാം എന്നൊക്കെ പറയില്ലേ, അയ്യേ അതൊക്കെ ശരിയാണോ, ഇതൊക്കെ മോശമല്ലേ, അല്ലെങ്കിൽ അതിലേക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളല്ലേ, അല്ലെങ്കിൽ ചില ആൾക്കാർ അതിനെ പറ്റിയിട്ട് ഭയങ്കര ഓവറായിട്ട് പറയും, ചില ആൾക്കാർ അതിനെപ്പറ്റി സംസാരിക്കുകയില്ല. അതൊക്കെ ഒരു ഇമോഷണൽ അൺഹെൽത്തിനെസ് ആണ്. സോ ബേസിക്കലി വാട്ട് ഈസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ആൻസർ വിൽ ബി ഹിയർ. ആൻസർ വിൽ ബി ഓൾ ദ എബവ് എന്നുള്ളതാണ് ആൻസർ വരുന്നുണ്ടാവുക. ദ 4th ഓപ്ഷൻ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് RCH? RCH പ്രോഗ്രാംസ് ആർ ദ ഫസ്റ്റ് പ്രോഗ്രാംസ് ഫോർ ദ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇൻ ദ വേൾഡ്. ഇന്ത്യയാണ് ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വേൾഡിൽ ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത്. അതിനുവേണ്ടി നടപ്പിലാക്കിയ പ്രോഗ്രാമിന്റെ പേരാണ് RCH പ്രോഗ്രാം എന്നുള്ളത്. ആൻസറിന്റെ അതിന്റെ ഫുൾ ഓപ്ഷൻ ഈസ് ലൈക്ക് ഫുൾ ഫോം ഈസ് ലൈക്ക് ദിസ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രോഗ്രാം വരുന്നുണ്ടാവുക. ആൻഡ് ദർ ഈസ് നോ വേർഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ഇൻ ദാറ്റ് തിങ്. കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞ സാധനമേ വരുന്നുണ്ടാവില്ല. റീപ്രൊഡക്ഷൻ ആൻഡ് ചൈൽഡ് ഹെൽത്ത് എന്നുള്ളതാണ് അതിന് വരുന്നുണ്ടാവുക. നിരോധ് ഈസ് എ പോപ്പുലർ ബ്രാൻഡ് ഓഫ് എവരിബഡി നോസ്, എവരിബഡി ഷുഡ് നോ അബൌട്ട് ദിസ് തിങ് ദാറ്റ് ഈസ് കോണ്ടംസ്, ബിക്കോസ് കോണ്ടംസ് ആർ വെരി ഗുഡ്. കോണ്ടംസ് വളരെ നല്ലൊരു സാധനമാണ്. യു ഹാവ് ടു ഹാവ് ദിസ് തിങ്. സോ ദിസ് ഈസ് വാട്ട് കോണ്ടം. നിരോധ് ഈസ് എ കോണ്ടം brand. And 11th one, diaphragm, cervical caps and walls. This is a very interesting question along with the previous question. കഴിഞ്ഞ ക്വസ്റ്റനും ഈ ക്വസ്റ്റനും കൂടി ഒരുമിച്ച് നോക്കി കഴിഞ്ഞാൽ that will be a nice thing. So നിരോധ് ഈസ് എ കോണ്ടം. യു ഷുഡ് നോ നിരോധ് ഈസ് എ കോണ്ടം, ഒരു കോണ്ടമാണ്. ആൻഡ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡയഫ്രം, സെർവൈക്കൽ ക്യാപ്പ് ആൻഡ് വാൾസ്. ഇത് ആർക്കാണ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഓപ്ഷൻ. അത് ഫീമെയിൽസിന് മാത്രം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണോ, മെയിൽസിനും ഫീമെയിൽസിനും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതല്ല, മെയിൽസ് ആൻഡ് ഫീമെയിൽസിന് പറ്റുമോ, അതോ മെയിൽസിന് മാത്രമാണോ, നൺ ഓഫ് ദീസ് ആണോ ആൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ബി ടെല്ലിങ് ലൈക്ക് ഇത് എല്ലാവരും എന്ത് മെത്തേഡിലാണ് വരുന്നത് വെച്ചാൽ ദേ ആർ ഓൾ കമ്മിങ് ഫോർ വാട്ട് ബാരിയർ മെത്തേഡ് എന്നാണ് പറയാം. ആ ബാരിയറിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല അല്ലെങ്കിൽ എല്ലാവർക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കോണ്ടമാണ്. കോണ്ടം ഈസ് ഫോർ ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. മെയിൽ കോണ്ടംസ് ഉണ്ട്, ഫീമെയിൽ കോണ്ടംസ് ഉണ്ട്. മെയിലിന് മാത്രം യൂട്ടിലൈസ് ചെയ്യാം,
ഫീമെയിലിന് മാത്രം യൂട്ടിലൈസ് ചെയ്യാം, മെയിലിനും ഫീമെയിലിനും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ബട്ട് ദിസ് ഡയഫ്രം, സെർവൈക്കൽ ക്യാപ്സ് ആൻഡ് വാൾസ്, ദീസ് ആർ യൂട്ടിലൈസ്ഡ് ഓൺലി ഫോർ ഫീമെയിൽ. ഇത് ഫീമെയിലിന് മാത്രം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. സോ വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ദിസ് ഈസ് ദ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് അല്ലേ. സോ ഈ വാൾട്ട്, ഡയഫ്രം, സെർവൈക്കൽ ക്യാപ്പ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ വി വിൽ ബി പ്ലേസിങ് ഇറ്റ് ഹിയർ, അതായത് വജൈനയുടെ ഉള്ളിൽ ഈ ഭാഗത്തായിട്ടായിരിക്കും പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. സോ ദിസ് വിൽ ബി യൂസ്ഡ് ബൈ ഓൺലി ദ ഫീമെയിൽസ് ഈ സാധനങ്ങൾ ഉണ്ടാവുക. ആൻഡ് വേറെ ഒരു പ്രത്യേക ഒരു സാധനം കൂടി ഉണ്ട് ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ ആൻസറിൽ. സോ ദ കോണ്ടത്തിന്റെ അഡ്വാൻറ്റേജസ് പറയുന്ന സമയത്ത് ദ കോണ്ടംസ് ക്യാൻ പ്രിവെന്റ്, ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻ പ്രിവെന്റ് STDs, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ പ്രിവെന്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. പക്ഷേ ഈ പറയുന്ന സാധനങ്ങളിൽ ഡയഫ്രം, സെർവൈക്കൽ ക്യാപ്പ് ആൻഡ് വാൾസ് ഇവരും ബാരിയേഴ്സ് തന്നെയാണ്. പക്ഷെ ഇവർ വെച്ചിട്ട് STD പ്രിവെന്റ് ചെയ്യില്ല. ഇതിനകത്ത് STD, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ പ്രിവെന്റ് ചെയ്യുന്ന ഒരേ ഒരാൾക്കാർ ഇവർ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. സോ ദാറ്റ് ഈസ് എ നോട്ട് ഐ ഹാവ് ടു ഗീവ് ഫ്രം ദെയർ. ആൻഡ് വാട്ട് ഈസ് MTP? MTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആണ്. പ്രഗ്നൻസിനെ മെഡിക്കലി ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓപ്ഷൻ. ആൻഡ് ഓൾസോ കോൾഡ് ഇൻഡ്യൂസ്ഡ് അബോർഷൻ. ഇതും ഇതിന്റെ തന്നെ പേരാണ്, NCERT സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ദ ഫോർത്ത് വൺ. ആൻഡ് ഡെഫിനറ്റ്ലി ദിസ് ഈസ് നോട്ട് എയിം ടു ഡിക്രീസ് ദ പോപ്പുലേഷൻ സൈസ് കുറയ്ക്കുക, കോൺട്രാസെപ്ഷൻ എന്നുള്ള മെത്തേഡിലല്ല ഈ സാധനം യൂട്ടിലൈസ് ചെയ്യാവുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 13ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ സെറ്റ്സ് ഓഫ് ദ ഡിസീസ് ആർ കംപ്ലീറ്റ്ലി ക്യൂറബിൾ ഡിറ്റക്റ്റഡ് early? സോ ഹിയർ ഈസ് എ ഷോർട്ട് നോട്ട് ഫോർ യു റിഗാർഡിംഗ് ഒരു ടിപ്പാണ് കേട്ടോ. ദർസ് അനദർ ടിപ്പ്, 4 മാർക്സ്, ഡെഫിനറ്റ്ലി 4 മാർക്സ് കിട്ടാനുള്ള ഒരു സാധനമാണ്. സോ ഹിയർ നമുക്ക് കുറേ ഡിസീസുകൾ പഠിക്കാനുണ്ട്. അതിനകത്ത് ക്യൂറബിൾ ഡിസീസസ് ആൻഡ് നോൺ ക്യൂറബിൾ ഡിസീസസ്, അതായത് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത ഡിസീസ് എന്നുള്ള രൂപത്തിലുള്ള ഓപ്ഷൻസ് അവൈലബിൾ ഉണ്ട്. അതിനകത്ത് ഐ വാണ്ട് ടു ടെൽ യു സംതിങ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ക്യൂറബിൾ ഡിസീസിൻ്റെ ലിസ്റ്റ് പഠിക്കരുത്, ഒരിക്കലും പഠിക്കരുത്. നോൺ ക്യൂറബിളിൻ്റെ ലിസ്റ്റ് മാത്രമേ പഠിക്കാവുള്ളൂ. ഒന്നാമത്തെ ആൾ HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. നിങ്ങൾക്കറിയാം HIV എയ്ഡ്സ് ഉണ്ടാക്കുന്ന ആളാണ്. HIV AIDS എന്ന് പറഞ്ഞാൽ ഡിസീസ് ഇറ്റ് ഈസ് നോട്ട് ക്യൂറബിൾ, അതായത് ട്രീറ്റ് ചെയ്ത് മുഴുവനായിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കുന്നില്ല. പക്ഷെ ഉറപ്പായിട്ടും പറ്റുന്നൊരു കാര്യമുണ്ട്, ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ട്രീറ്റബിൾ ബട്ട് നോട്ട് ക്യൂറബിൾ. എന്ന് വെച്ചാൽ ക്യൂറബിൾ അല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ, ഇത് മാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. പക്ഷേ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. HIV AIDS ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് ഉണ്ട്, പക്ഷെ മാറ്റാൻ പറ്റില്ല. രണ്ടാമത്തെ അതുപോലത്തെ അസുഖം ദാറ്റ് ഈസ് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടാക്കുന്ന വൈറസിന്റെ പേര്, ഇതും വൈറൽ ഡിസീസുകളാണ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഇതെല്ലാം വൈറൽ ഡിസീസുകളാണ് കേട്ടോ. വൈറസിന്റെ പേര് HBV, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് എന്നാണ്. എയ്ഡ്സ് ഉണ്ടാക്കുന്ന ആൾ HIV വൈറസ് എന്നുള്ളതാണ് അതിന്റെ പേര്. മൂന്നാമത്തെ അസുഖത്തിന്റെ പേര് ജനൈറ്റൽ ഹെർപ്പിസ് എന്നാണ് ഈ പറയുന്ന വാക്കിന്റെ പേര്. ഈ ഹെർപ്പിസ് ഉണ്ടാക്കുന്ന വൈറസിന്റെ പേര് ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് എന്നാണ്. ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് എന്നാണ് അതിന്റെ പേരുണ്ടാവുക. സോ ഈ 3 ഡിസീസുകളാണ് നോൺ ക്യൂറബിൾ ആയിട്ടുണ്ടാവുക. ഇത് 3ഉം വൈറൽ ഡിസീസുകളാണ്. വൈറൽ ഡിസീസുകളാണ്. വൈറസ് കൊണ്ടുണ്ടാക്കുന്ന ഡിസീസുകളാണ്. ഇവർ 3 പേരും നോൺ ക്യൂറബിൾ ആണ്. ബാക്കി എല്ലാ ഡിസീസുകളും ക്യൂറബിൾ ആണ്. അങ്ങനെ മാത്രം പഠിച്ചാൽ മതി. HIV, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് ജനൈറ്റൽ ഹെർപ്പിസ്, ഈ 3 ആൾക്കാർ നോൺ ക്യൂറബിൾ ആണ്. ബാക്കി എല്ലാവരും ക്യൂറബിൾ ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാധനം. ആൻഡ് ഇവിടെ ക്യൂറബിളിന്റെ കൂട്ടത്തിൽ ഐ വിൽ ഗിവ് യു വൺ സ്പെഷ്യൽ കേസ്. അത് ഏതാണെന്ന് വെച്ചാൽ ദ ഡിസീസ് ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട് ജനൈറ്റൽ വാർഡ്സ് എന്നാണ് അസുഖത്തിന്റെ പേര്. വാർട്ട് എന്ന് പറഞ്ഞാൽ അരിമ്പാറ എന്നൊക്കെ പറയുന്ന ഒരു സാധനം. എൻ്റെ നാട്ടിൽ അതിന് അരിമ്പാറ എന്ന് പറയാം. ദാറ്റ് ഈസ് ജനൈറ്റൽ വാർഡ്സ് ഈസ് ഓൾസോ കോസ്ഡ് ബൈ എ വൈറസ്. ഇതും ഒരു വൈറൽ ഡിസീസ് ആണ്. ആൻഡ് ദിസ് ഈസ് ദ ഓൺലി ക്യൂറബിൾ വൈറൽ ഡിസീസ്. ക്യൂറബിൾ ആയിട്ടുള്ള ഒരേ ഒരു വൈറൽ ഡിസീസ്. ബാക്കി എല്ലാ ക്യൂറബിൾ ഡിസീസും ബാക്ടീരിയൽ ഡിസീസുകളാണ്. വൈറസ് ഉണ്ടാക്കുന്ന ഒരേ ഒരു സാധനം ഉള്ളൂ. സോ ദിസ് ഈസ് ഇറ്റ്. സോ ഈ ഒരു സാധനം നിങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ ദർ ഈസ് അനദർ 4 മാർക്സ്. സോ ഡെഫിനറ്റ്ലി എൻ്റെ കയ്യിൽ നിന്ന് എടുത്തോ, നിങ്ങൾ വെറുതെ ഫ്രീ ആയിട്ട് എടുത്തോ. ആശിക്കാർ ഫ്രീ ആയിട്ട് തന്ന 4 മാർക്സ് ആണെന്ന് പറഞ്ഞോ. നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് ഈ സാധനം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് മക്കളെ, ഈ സാധനം പഠിച്ചു വെച്ചോ എന്നുള്ളത്. ബിക്കോസ് ഈ ചാപ്റ്ററിനുള്ളിൽ ഇത് അടിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ബാക്കി ആൻസറാണ്. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, ഇത് ഡയറക്റ്റ്ലി അറിയാൻ നമുക്ക് ഉത്തരവില്ല. HIV, ഹെപ്പറ്റൈറ്റിസ് ബി, ജനൈറ്റൽ ഹെർപ്പിസ് നോട്ട് ക്യൂറബിൾ. ജനൈറ്റൽ വാട്സ് ദ വൈറൽ ഡിസീസ് ബട്ട് ഇറ്റ് ഇസ് ക്യൂറബിൾ. അതൊക്കെ എല്ലാ വൈറൽ ഡിസീസും നോട്ട് ക്യൂറബിൾ ആണ്. ഉറപ്പാണല്ലോ അല്ലേ? അപ്പോൾ ഇവർ 4 ആൾക്കാരാണ് വൈറൽ ഡിസീസുകൾ കേട്ടോ. മൊത്തത്തിൽ 4 ആർക്കെ വൈറൽ ഡിസീസ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ 4 ആൾക്കാർ. നിങ്ങളുടെ ഈ സ്ക്രീനിൽ കിടക്കണം 4 സാധനങ്ങളിൽ ഇവിടെ നോക്ക് സാധനം നോക്ക്. ഈ കിടക്കുന്ന 4 ഡിസീസുകൾ വൈറലാണ്. ഒരു വൈറൽ ക്യൂറബിൾ, ബാക്കി എല്ലാ വൈറലും നോൺ ക്യൂറബിൾ. കിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ? എവിടെ ആർക്കറിയാം മനസ്സിലാവുന്നുണ്ടോ അല്ലേ? ഓക്കെ.
which sets of the disease are completely curable if detected early. നേരത്തെ കണ്ടുപിടിച്ചിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങൾ ഏതെല്ലാണെന്നുള്ളതാണ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഇവിടെ നോക്കിക്കോ, ഏതാണ് ക്യൂറബിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ളതുകൊണ്ട് ഇവർ ക്യൂറബിൾ അല്ല, ജനൈറ്റൽ ഹെർപ്പിസ് ഉള്ളതുകൊണ്ട് ഇവർ ക്യൂറബിൾ അല്ല, HIV ഉള്ളതുകൊണ്ട് ഇവർ ക്യൂറബിൾ അല്ല. പിന്നെ ആരാ ക്യൂറബിൾ ആയിട്ടുള്ളത്? നാലാമത്തെ ഓപ്ഷൻ ക്യൂറബിൾ ആണ്. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ നോൺ ക്യൂറബിൾ ആരാന്ന് പഠിച്ചു വെച്ചാൽ മതി. നോൺ ക്യൂറബിൾ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കി കളയാവുന്നതാണ്. സോ ഹിയർ ദ ഫോർത്ത് ഓപ്ഷൻ വിൽ ബി. അപ്പോൾ ഈ ക്യൂറബിൾ ഡിസീസുകളുടെ ലിസ്റ്റ് പഠിക്കണോ? പഠിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. വാട്ട് ഈസ് ദ ഫാൾസ് ഫോർ ഗിഫ്റ്റ്? ഗിഫ്റ്റിനെ സംബന്ധിച്ചിട്ട് റോങ് ആയിട്ടുള്ള സാധനം എന്താണെന്ന് ചോദിക്കുന്നത്. ഇറ്റ്സ് എ നൈസ് ക്വസ്റ്റ്യൻ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആക്ച്വലി. ഇറ്റ് ഈസ് ഗാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ശരിയല്ലേ? ശരിയാണ്. ഗാമേറ്റിന്റെ ഫലോപ്പിയൻ ട്യൂബിൽ വെക്കലാണ്. ഓവം ഫ്രം എ ഡോണർ ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ ഓവിഡക്ട് ഓഫ് ദ റെസിപ്പിയൻ. ശരിയല്ലേ? അതും ശരിയാണ്. ഒരു ഡോണറുടെ കയ്യിൽ നിന്നാണ് ഓവം വെക്കുന്നുണ്ടാവുക. സൈഗോട്ട് ഫ്രം ഡോണർ ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ ഓവിഡക്ട് ഓഫ് ദ റെസിപ്പിയൻ. ആണോ? സൈഗോട്ട് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ ഓർ ഗിഫ്റ്റ്. സോ ദിസ് ഈസ് ദ റോങ് തിങ്. ദ റെസിപ്പിയൻ ക്യാൻ നോട്ട് പ്രൊഡ്യൂസ് ഓവം. ഇത് ശരിയോ തെറ്റോ? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഫോർത്ത് ഓപ്ഷൻ ഈസ് റൈറ്റ് ഓർ നോട്ട്? ശരിയാടാ. കാരണം റെസിപ്പിയന്റിന്, അതായത് ഈ ഓവം ഗിഫ്റ്റ് വാങ്ങുന്ന ആൾക്ക് ഓവം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. കാരണം ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കാണ് നമ്മൾ ഗിഫ്റ്റ് ചെയ്യുക. നമ്മൾ ആ സാധനം പഠിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടെങ്കിലേ നമുക്കത് കറക്റ്റ് ചെയ്യുള്ളൂ. ആരോമൽ, പുതിയ പേരാണല്ലോ. ആരാണ് ആരോമൽ? ആരോമൽ ആദ്യമായിട്ട് കാണാം. ഹായ് ആരോമൽ, എൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിയാലോ. ഇടയ്ക്ക് മെസ്സേജ് അയക്കുക, ഡെഫിനറ്റ്ലി കണക്ട് ചെയ്യുക. ആരോമലിന് വേണ്ടിയിട്ട് എൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. 9048292200. ഇതെൻ്റെ വാട്സപ്പ് നമ്പറാണ്. വാട്സപ്പ് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. കാരണം ഇപ്പോൾ ഞാൻ ഈ ലൈവ് തുടങ്ങിയ പിന്നെ അടക്കം ഇതിൻ്റെ ഉള്ളിൽ പിന്നെ എന്ത് വന്നിട്ടുണ്ട്? കോൾസ് വന്നിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുക? വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, ഡെഫിനറ്റ്ലി കണക്ട് ചെയ്യുക. ആരോമലെ എന്തായാലും കണക്ട് ചെയ്യണം. ഓക്കെ, 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കട്ടെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ക്യൂറബിൾ? വീണ്ടും വരുന്നു. കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ലാത്ത ഡിസീസ് ഏതാണ്? നമ്മൾ 3 ഡിസീസിന്റെ പേര് പഠിച്ചിട്ടുണ്ട്. HIV, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് ജനൈറ്റൽ ഹെർപ്പിസ്. 3 ആൾക്കാർ അല്ലേ? ആരാ നമുക്ക്? ഗൊണേറിയ, ജനൈറ്റൽ വാട്സ് ആൻഡ് ജനൈറ്റൽ ഹെർപ്പിസ്. യെസ്, ദിസ് ഈസ് ക്യൂറബിൾ, ദിസ് ഈസ് നോട്ട് ക്യൂറബിൾ. ബാക്കി എല്ലാം ക്യൂറബിൾ ആണ്. വളരെ സിമ്പിൾ ആണല്ലോ അല്ലേ? ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് അമ്നിയോസെന്റസിസ്. വാട്ട് ഈസ് അമ്നിയോസെന്റസിസ്? എന്താ അമ്നിയോസെന്റസിസ് എന്ന് പറയുന്നതാണ്? അറിയണം. അമ്നിയോസെന്റസിസ് ബാൻഡ് ഓർ നോട്ട് ബാൻഡ്? ഇപ്പം ഞാൻ പറയാം ആക്ച്വലി ശരിക്കുള്ളൊരു സംഭവം കേട്ടോ. ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഐ വാസ് ആൻ ഇന്റേൺ, ഞാനൊരു ഇന്റേൺ ഡോക്ടറായിരുന്നു. ഹൗസ് സർജൻസി എന്ന് പറയില്ലേ, അത് ഭയങ്കര രസമുള്ള ഒരു പീരീഡ് ആട്ടോ മക്കളെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഡോക്ടർ ആവാൻ പറ്റാന്നുള്ളതിൻ്റെ ഏറ്റവും രസമുള്ള പീരീഡ്, എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ചെയ്തു നോക്കാനുള്ള അവസരം കിട്ടും, നമുക്ക് കാണാനുള്ള അവസരം. പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? കാണാനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ടാവും. ആൻഡ് ഡെഫിനറ്റ്ലി വി വിൽ ബി ഗെറ്റിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡു ഇറ്റ് വൈൽ വി ആർ ഡൂയിങ് ദ ഹൗസ് സർജൻസി. ഭയങ്കര രസമാണ്. നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ടിരിക്കണം. അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ത്വര നമ്മൾ കീപ്പ് ചെയ്യണം. നമുക്ക് കുറേയൊക്കെ അവർ ചെയ്തോളാൻ പറഞ്ഞിട്ട് തരുമല്ലോ, ചിലതൊക്കെ ചെയ്യാൻ പറഞ്ഞ് നിർബന്ധിക്കും. ചില കാര്യങ്ങൾ ഞാനൊന്ന് ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ അവർ തരുന്നുണ്ടാവും. ആൻഡ് ഡെഫിനറ്റ്ലി ഐ ഹാവ് ഡൺ അമ്നിയോസെന്റസിസ്. ഒറ്റയ്ക്കല്ല, എൻ്റെ പ്രൊഫസർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മാം വളരെ ഒരു അടിപൊളിയായിട്ടൊരു മാമായിരുന്നു. മാമിൻ്റെ കൂടെ ഞാൻ ഇരുന്നിട്ട് ഞാനും കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ വാടാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി ഞാനിങ്ങനെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അമ്നിയോസെന്റസിസ് ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, അപ്പോൾ അമ്നിയോസെന്റസിസ് ഞാൻ ചെയ്യുമ്പോൾ ഞാനൊരു ക്രൈം ചെയ്തില്ല എവിടെ എന്നുള്ളതാണ്. അമ്നിയോസെന്റസിസ് ബാൻഡ് ഇൻ ഇന്ത്യ എന്നുള്ളതല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആക്ച്വലി മക്കളെ നിങ്ങൾ നോക്കിക്കണേ, അവിടെ അമ്നിയോസെന്റസിസ് ബാൻഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സാധനം ദാറ്റ് ഈസ് ആക്ച്വലി ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ. അവിടെ കണ്ടിട്ട് ദർ ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ബാൻ ഫോർ അമ്നിയോസെന്റസിസ് ഫോർ ഫീറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ ആണ് NCERT പറയുന്നത്. സെക്സ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്നിയോസെന്റസിസ് ചെയ്യുന്നത് ബാൻ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അമ്നിയോസെന്റസിസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എങ്ങനെ അമ്നിയോസെന്റസിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സോ ഇതാണല്ലോ നമ്മുടെ യൂട്രസ്. ഞാൻ ഈ IUT-നെ IUA-നെയൊക്കെ ഇതിൻ്റെ കൂടെ ഒന്ന് മാച്ചളയാൻ വേണ്ടി പോവാണ്. നമുക്കറിയാൻ പറ്റും ദർ വിൽ ബി എ ബേബി വിൽ ബി ഗ്രോയിങ് ഇൻസൈഡ് ദ യൂട്രസ് അല്ലേ? അമ്മയുടെ വയറിൻ്റെ ഉള്ളിൽ, യൂട്രസിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു ബേബി ഗ്രോ ചെയ്യുന്നുണ്ടാവും. സോ ദർ വിൽ ബി ദ ബേബി ആണല്ലോ അല്ലേ? എൻ്റെ ബേബി എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നും പറയണ്ട, ഇതിങ്ങനെയാണ് എൻ്റെ ബേബി. ആ ബേബിൻ്റെ ചുറ്റും എന്തുണ്ടാവും? ദർ വിൽ ബി ദ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എവിടെ നിന്ന് ഉണ്ടാകുമെന്നറിയോ? അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ തലയിറങ്ങി ഓടും. ബേസിക്കലി അത് ബേബി മൂത്രമൊഴിക്കുന്ന, ബേബി തന്നെ മൂത്രമൊഴിക്കുന്ന സാധനം. മൂത്രമൊഴിക്കാൻ മാത്രമല്ല, ബേബി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതേ ഫ്ലൂയിഡ് കുടിക്കും, അതേ ഫ്ലൂയിഡ് മൂത്രമൊഴിക്കും, അതേ ഫ്ലൂയിഡ് കുടിക്കും, അതേ ഫ്ലൂയിഡ്. അപ്പം നിങ്ങളെന്നല്ല ഞാനടക്കമുള്ള നമ്മളൊക്കെ എവിടെയാണ് കിടന്ന് ഇങ്ങനെ 9 മാസം കിടന്ന് ഉരുണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ മൂത്രക്കളത്തിലാണുള്ളത്. നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു സ്വിമ്മിംഗ് പൂൾ വിത്ത് ലോട്ട് ഓഫ് യൂറിൻ, വേറെ ആരുടെയും യൂറിനല്ല, നമ്മുടെ സ്വന്തം യൂറിനാണ്. അതിൽ നമ്മളിങ്ങനെ 9 മാസം നീന്തി കളിച്ച് കിടക്കാന്ന് ആലോചിച്ചൊക്കെ എങ്ങനെ ഉണ്ടാവും സാധനം? ഭയങ്കര അടിപൊളിയായിരിക്കും അല്ലേ? ആ ഒരു സാധനത്തിലാണ് നമ്മൾ കിടന്നിറങ്ങിയെന്നുള്ള ആരും ഓർക്കണം. സോ ബേസിക്കലി ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. അപ്പോൾ ഈ മൂത്രം മാത്രമൊന്നുമല്ല കേട്ടോ, എല്ലാ പരിപാടിയും ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇതെല്ലാം കൂടി അതിനകത്ത് ഇങ്ങനെ
ഇങ്ങനെ കിടന്നിട്ട് നമ്മളിങ്ങനെ തുള്ളി കളിച്ച് കിടക്കുമ്പോൾ വാട്ട് വിൽ ബി ദെയർ എന്ന് വെച്ചാൽ ദർ വിൽ ബി ബേബി സെൽസ് വിൽ ബി ദെയർ ഇൻസൈഡ് ദ അമ്നിയോട്ടിക് ഫ്ലൂയിഡിനകത്ത് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ വി വിൽ ബി ടേക്കിംഗ് ഒരു സിറിഞ്ച് എടുക്കും. ആ സിറിഞ്ച് നേരെ അമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിൽ കൂടി നേരെ അങ്ങനെ കുത്തും. ബേബിയുടെ പുറത്ത് പോയി കുത്തൂലേ എന്നുള്ള എല്ലാവരും ചോദിക്കും. അത് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഒരു സ്കാനിങ് മെഷീൻ കൈ പിടിക്കും. ആ സ്കാനിങ് മെഷീൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ കാണും ബേബിയുടെ മേത്ത് കുത്താതെ നമ്മളൊരു സൂചി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ എന്ത് വലിച്ചെടുക്കും, ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വലിച്ചെടുക്കുമ്പം വി വിൽ ബി ഗെറ്റിംഗ് ബേബി സെൽസ് ഫ്രം ദാറ്റ് തിങ് ആണല്ലോ അല്ലേ. ഈ ബേബി സെൽസിൻ്റെ ക്രോമസോമൽ സ്റ്റഡി നമ്മൾ നടത്തും. അപ്പോൾ എത്ര ക്രോമസോം ഉണ്ട്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും എക്സ് ക്രോമസോം XX ആണോ XY ആണോ എന്ന് മനസ്സിലാവും. 21st ക്രോമസോമിൽ ട്രൈസോമി ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാവും. അങ്ങനത്തെ ക്രോമസോമൽ ആയിട്ടുള്ള ഡിസീസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന സാധനങ്ങൾ ചെയ്തിട്ട് നമുക്ക് നടത്താൻ വേണ്ടി പറ്റും. പക്ഷേ XX XY കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് ഈ പരിപാടി ചെയ്യുന്നത് ബാൻഡാണ് ഇന്ത്യയിൽ. പക്ഷേ ഡെഫിനറ്റ്ലി നമുക്ക് ഡൗൺ സിൻഡ്രോം പോലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് എപ്പോഴാണ് നമ്മൾ ചെയ്യാമെന്നറിയോ, നിങ്ങൾ അത് ഓർത്തിരുന്നോ. നമ്മളിത് ചെയ്യുന്നത് ബൈ 14 മുതൽ 16 വീക്ക് വരെയുള്ള പ്രഗ്നൻസി ടൈമിലാണ്. അതായത് ഒരു 3.5 മാസം 4 മാസമൊക്കെ ആവുന്ന സമയത്താണ് നമ്മൾ ഈ സാധനം ചെയ്യുന്നത്, പ്രഗ്നൻസി തുടങ്ങിയിട്ട് ചെയ്യുന്നുണ്ടാവുക. സോ ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ പറയുന്ന അമ്നിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ബേസിക്കലി ഇത് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആണ് ഉണ്ടാവുക. സോ ഇവിടെ നോക്കിക്കോട്ടോ, വാട്ട് ഈസ് ദാറ്റ് ആൻസർ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് അമ്നിയോസെൻറ്റസിസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻകറക്റ്റ്. നോക്കിക്കോട്ടോ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രീനേറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ. ഇത് ശരിയാണോ? ഇത് ശരിയല്ല, അതാണ് ചെയ്യാൻ പാടില്ല, ഇത് ബാൻഡാണ്. പക്ഷെ നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് ഡൗൺ സിൻഡ്രോം. പറ്റും, കാരണം ബേബി സെൽസിന്റെ ക്രോമസോംസ് നോക്കി കഴിഞ്ഞാൽ ഡൗൺ സിൻഡ്രോമിൽ 21st ക്രോമസോമിൽ ട്രൈസോമി ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് ക്ലെഫ്റ്റ് പാലറ്റ്. ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം എന്ന് പറയാൻ മക്കളെ, ഇതൊരു ഡിസീസാണ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എ ക്രോമസോമൽ ഡിസീസ്. ക്രോമസോം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ഇതൊരു ക്ലെഫ്റ്റ് പാലറ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അടുത്ത ഓപ്ഷൻ കണ്ടോ, ഇറ്റ് ഈസ് യൂഷ്വലി ഡൺ വിത്തിൻ 14 to 16 വീക്സ് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഓൾസോ റൈറ്റ്. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഇൻവോൾവ് ദ റോൾ ഓഫ് ഹോർമോൺസ് യൂസ് ചെയ്യുന്നത് ആരാണ് എന്നുള്ള. ഇവിടെ നോക്കിക്കോട്ടോ, പിൽസിൽ ഹോർമോൺ ഉണ്ട്, ശരിയാണ്. എമർജൻസി കോൺട്രാസെപ്റ്റീവ് പില്ല് ഹോർമോൺ ആണ്. പക്ഷേ ബാരിയർ മെത്തേഡ് കോണ്ടത്തിനകത്ത് ഇതുണ്ടോ? ഇല്ല, ദർ ഇസ് നത്തിങ്. ആൻഡ് ലാക്ടേഷണൽ അമ്നോറിയ, ഡെഫിനറ്റ്ലി ലാക്ടേഷണൽ അമ്നോറിയയിൽ നമുക്കറിയാം പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട് അല്ലേ. പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞാൽ മിൽക്ക് ഫോമിങ് ഹോർമോൺ ആണ്. അതിൻ്റെ അളവ് വളരെ കൂടുതലായതുകൊണ്ടാണ് അവർക്ക് എന്തുണ്ടാക്കുക, അമിനോറിയ ഉണ്ടാവും, ഓവുലേഷൻ ഉണ്ടാവാതിരിക്കും. പിൽസിനകത്ത് ഹോർമോൺ ഉണ്ട്, പക്ഷേ എമർജൻസി കോൺട്രാസെപ്ഷൻ ഇതിനകത്തും ഹോർമോൺ ഉണ്ട്. സോ ഇതിൽ ഹോർമോണൽ മെത്തേഡ്സ് മാത്രമേ ഉള്ളൂ. അടുത്തത് ബാരിയർ മെത്തേഡിൽ ഹോർമോൺ ഇല്ല. കോപ്പർ ടീയിലും ഹോർമോൺ ഇല്ല. സോ ദാറ്റ് അതെല്ലാം തെറ്റാണ്. സെക്കൻഡ് ഓപ്ഷൻ വിൽ ബി ദ റൈറ്റ് ഓപ്ഷൻ. 18ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക്സ് the embryos are transferred to assist those females cannot conceive. അതായത് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ്സ് ഏതെല്ലാമാണെന്നാണ് ഈ 18ാമത്തെ ചോദ്യത്തിൽ ചോദിച്ചിരുന്നത്. ഗിഫ്റ്റ് ആൻഡ് സിഫ്റ്റ്, ഇതിനകത്ത് എംബ്രിയോ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നോക്ക്, ഗിഫ്റ്റിൽ ഗാമേറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ദ ആൻസർ. ICSI ആൻഡ് സിഫ്റ്റ്, ICSIയിൽ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ? മേ ബി, ആലോചിക്കാം. ICSIയിൽ നമ്മൾ പുറത്തുനിന്ന് ചെയ്യുന്നുണ്ട്, മേ ബി എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സിഫ്റ്റിൽ എന്തായാലും എംബ്രിയോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അടുത്ത ഓപ്ഷൻ നോക്കാം, ഗിഫ്റ്റ് ആൻഡ് ICSI, ഒരിക്കലും ഗിഫ്റ്റിലല്ല. അടുത്ത നമുക്ക് സിഫ്റ്റ് ആൻഡ് IUT, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫറും സിഫ്റ്റും. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ദ റൈറ്റ് ആൻസർ വിൽ ബി ദ ഫോർത്ത് ഓപ്ഷൻ. യു ക്യാൻ ഡെഫിനറ്റ്ലി സി, ഒന്നിൽ നമ്മൾ പുറത്തു നിന്ന് ഫോം ചെയ്ത സൈക്കോട്ടിനെ ട്രാൻസ്ഫർ ചെയ്യാണ്, മറ്റേതിലേക്ക് നോക്കുകയാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നോക്കി വെക്കുക കേട്ടോ. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, താങ്ക് യു അശ്വിൻ ഫോർ ദാറ്റ് റിമെമ്പറൻസ്. അശ്വിൻ പറയുന്നുണ്ട് 18ാമത്തെ ക്വസ്റ്റ്യൻ NEET 2023 ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കാം. ലാക്ടേഷണൽ അമ്നോറിയ ഇസ് എ നാച്ചുറൽ വേ ടു ഇൻക്രീസ് ദ പ്രഗ്നൻസി ഇൻ്റർവൽ ചെയ്യാൻ വേണ്ടി നല്ലതാണ് ലാക്ടേഷൻ അമ്നോറിയ. ഇറ്റ് ഇസ് ഡ്യൂ ടു ദ ഹൈ ലെവൽസ് ഓഫ് പ്രൊലാക്റ്റിൻ്റെ അളവ് കൂടുതലുള്ളത് കൊണ്ടാണ് നിൽക്കുക. ഹൈ ലെവൽസ് ഓഫ് പ്രൊലാക്റ്റിൻ വിൽ ഇൻഹിബിറ്റ് ദ ഓവുലേഷൻ. അങ്ങനെയാണ് എന്ത് നടക്കുന്നുണ്ടാവുക, ലാക്ടേഷണൽ അമ്നോറിയ നടക്കുന്നുണ്ടാവുക. 20ാമത്തെ ക്വസ്റ്റ്യൻ, അമ്നിയോസെൻറ്റസിസ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ ഇസ് വൺ ഓഫ് ദ സ്ട്രാറ്റജീസ് ഫോർ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത്. ആണോ? ഈ സെക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്നിയോസെൻറ്റസിസ് ചെയ്യുക എന്നുള്ളതായിരുന്നോ RCH പ്രോഗ്രാമിൻ്റെ ഒരു സ്ട്രാറ്റജി? അല്ല, RCH പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ട് അമ്നിയോസെൻറ്റസിനെ ബാൻ ചെയ്യാണ് ചെയ്തത്. സോ അസേർഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്, തെറ്റാണ്. രണ്ടാമത്തത്, ബാൻ ഓൺ അമ്നിയോസെൻറ്റസിസ് ചെക്സ് ഇൻക്രീസിങ് മെനേസ് ഫോർ ഫീമെയിൽ ഫീറ്റസൈഡ്, ശരിയാണ്. അമ്നിയോസെൻറ്റസിസ് ബീറ്റ് ചെയ്തപ്പം ഈ മെനേസ് എന്ന് പറഞ്ഞാൽ ചാൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് കേട്ടോ. സോ ബാൻ ചെയ്തത് കൊണ്ട് എന്ത് സംഭവിച്ചു, ഫീമെയിൽ ഫീറ്റസൈഡ് തടയാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ചാൻസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളത് ശരിയാണ്. സോ റീസൺ ഈസ് റൈറ്റ് ആണ്. സോ ഓപ്ഷൻ A ഈസ് ഫോൾസ്, ബട്ട് റീഡ്. സോ ഫസ്റ്റ് ഓപ്ഷൻ വിൽ ബി ദാറ്റ്. സോ ദിസ് ഈസ് ദാറ്റ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ കൂടി എനിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ IUDs, ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ, നിങ്ങളുടെ ART മുതലായ കോൺസെപ്റ്റുകൾ എനിക്ക് അടിപൊളിയായിട്ട് പറഞ്ഞുതരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഐ എം റിമെമ്പറിങ് യു
ടു ഡു അറ്റൻഡ് ദാറ്റ് കെമിക്കൽ കൈനറ്റിക്സിൻ്റെ സാധനം. ആൻഡ് പ്രോബബ്ലി മോസ്റ്റ്ലി ഐ വിൽ ബി കമ്മിങ് ഇൻ ദ ലൈവ് സെഷൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കെമിക്കൽ കൈനറ്റിക്സ് ഇന്നത്തെ പോലെ തന്നെ നമ്മളൊരു കുറഞ്ഞ സമയം കൊണ്ട്, ഒരു 1 hour ടൈം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് ആ സാധനം ഡിസ്കസ് ചെയ്ത് വെക്കുന്നുണ്ടാവും. നെക്സ്റ്റ് മൺഡേ ആണ് എക്സാം എന്തായാലും നിങ്ങൾ ഇപ്പോൾ ഇരുന്ന് പഠിക്കുക, കെമിക്കൽ കൈനറ്റിക്സിന് വേണ്ടി പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക, കാര്യങ്ങൾ ചെയ്യാം. മൺഡേത്തെ എക്സാം അറ്റൻഡ് ചെയ്യുക. ഇറ്റ് വിൽ ബി എ സിമ്പിൾ നീറ്റ് ലെവലിലുള്ള ഒരു എക്സാം ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ആ സാധനം നിങ്ങൾ ആൻസർ ചെയ്തതിന് ശേഷം നിങ്ങൾ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് വരാം. ആൻഡ് ഐ നീഡ് യുവർ സപ്പോർട്ട്. നിങ്ങളുടെ സപ്പോർട്ട് നിർബന്ധമായിട്ട് ആവശ്യമുണ്ട്. വൈ? ബിക്കോസ് ഈ ഒരു കണ്ടന്റ്, ഐ നോ ദിസ് കണ്ടന്റ് ഈസ് വാല്യൂബിൾ. കാരണം ഞാൻ ഒരുപാട് വർഷം എടുത്ത് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരുപാട് വർഷം ടീച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടാണ് സാധനം. ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോപ്പ മെന്റർഷിപ്പിന്റെ വാട്സ്ആപ്പ് ചാനലിൽ കയറാൻ വേണ്ടി പറ്റും. യു വിൽ ബി അവൈലബിൾ. ആൻഡ് ഫോർ ദ ടൈം ബീയിങ് ഇപ്പോൾ 9 മണിയായി, ഒരു 9:15 വരെ ഒരു 15-20 മിനിറ്റ് സമയത്തേക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാട്സാപ്പിൽ അവൈലബിൾ ആയിരിക്കും. മൈ നമ്പർ ഈസ് 9048292200 എന്നുള്ളതാണ് നമ്പർ. ഈ നമ്പറിലേക്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുക. ആൻഡ് ഐ വിൽ ബി ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ലേറ്റർ ഓൺ നിങ്ങൾ അയച്ചിട്ട മെസ്സേജ് ഞാൻ പിന്നീട് റിപ്ലൈ തരുന്നുണ്ടാവും. ഇപ്പം നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ടാവും. മക്കളെ, സോ ഹാപ്പി, സോ ഗ്ലാഡ് നിങ്ങളുടെ കൂടെ ഇരിക്കാൻ പറ്റിയതിൽ, ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പറ്റിയതിലുണ്ട്. ആൻഡ് ഡോപ്പയുടെ ടെസ്റ്റ് സീരീസിന്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് മക്കളെ. നമ്മൾ അടുത്ത ലൈവ് സെഷനിൽ വീണ്ടും കാണാം. ബാക്കി എന്താ ഉണ്ടാവുക, ക്രാഷിനെ പറ്റി പറയുന്നു അല്ലേ. ക്രാഷ് കോഴ്സ് ഈ സ്റ്റാർട്ടിങ് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം ദ December 3rd മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലോഞ്ച് സാധനങ്ങൾ നമ്മൾ വെച്ചുതരാം. വി വിൽ ബി ഹാവിങ് എ വെരി നൈസ് ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ഇപ്പം എൻ്റെ കയ്യിലുള്ള, ഞാൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ വീട്ടിലുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം കാണാം. ബൈ. ഓക്കെ.